ദുഃഖവും പേടിയും ഇല്ലാത്ത ഉമ്മ ഉണ്ടാവൂല്ലേ? എല്ലാ ഉമ്മമാർക്കും കടന്നു പോകുന്ന ഒരു രണ്ട് ഇമോഷൻസാ ദുഃഖവും പേടിയും, മക്കളെ കുറിച്ച് പ്രത്യേകിച്ചും. മക്കള് ജനിക്കും തൊട്ട് അവര് വളർന്ന് വലുതായി വലിയ അഡൽട്ടായി പോലും നമുക്ക് ഈ മക്കളോടുള്ള ഒരു ദുഃഖം, അതായത് അവർക്ക് വേണ്ടി ഒരു ആവലാതിയും അതൊന്നും ഒരിക്കലും മാറില്ല അല്ലെ? മരണം വരെയും നമ്മുടെ കൂടെ ഉണ്ടാകും ആ ഒരു ദുഃഖവും ആവലാതിയും പേടിയും. മക്കളെ കുറിച്ചുള്ള ഒരു ഭയം എപ്പോഴും ഒരു ഉമ്മയെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ എത്ര ഞാൻ ദുഃഖവും പേടിയും വേണ്ടാന്ന് പറഞ്ഞാലും എല്ലാ ഉമ്മമാർക്കും ഈ ഫീലിംഗ് ഉറപ്പായിട്ടും ഉണ്ടാകും. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ വ്യാകുലതയും പേടിയും ഒക്കെ കുറയ്ക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട്. അതിൽ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ല. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചാറ്റ് ബോക്സിൽ അവരവരുടെ മക്കളുടെ ഏജ് ഒന്ന് ടൈപ്പ് ചെയ്തിടുവാണെങ്കിൽ ക്ലാസ് എടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാകും. മക്കള് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികൾ ഉണ്ടാവൂലേ? അപ്പൊ അതിന്റെ ഫോമായിട്ട് ഇട്ടോ. 4, 11, 10 അങ്ങനെയൊക്കെ. യെസ്, ഓക്കെ. 8, 4, 11, 13, 20. ഓക്കെ, 25, 20, 21. കണ്ടോ, അഡൽട്ട് ആയ മക്കളുണ്ട്, 30 വയസ്സുള്ള മക്കളുണ്ട്. യെസ്, വെരി ഗുഡ്, കമോൺ. ഓക്കെ, മാഷാ അല്ലാ. അപ്പൊ അതൊരു വൈഡ് ഏജ് ഗ്രൂപ്പാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അല്ലെ? സ്റ്റാർട്ടിങ് ഫ്രം 4 തൊട്ട് 30 വരെ നമുക്കുണ്ട്. 1 ഉണ്ട്, 1 ഇയർ ആയ കുട്ടിയുണ്ട്, ചെറിയ പൈതങ്ങളാണ് അല്ലെ? 2 ഇയേഴ്സ്. യെസ്. അപ്പൊ മാക്സിമം ഇവിടെ ടീനേജ് ആയ മക്കളാണ് എനിക്ക് കാണുന്നത് കേട്ടോ. കൂടുതലും ടീനേജ് മക്കളുള്ള ഉമ്മമാരാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇൻഷാ അല്ലാ ഈ ക്ലാസ് അങ്ങനെയുള്ള മാതാക്കൾക്കും കൂടി ഉപകാരപ്പെട്ടതാണ്. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക് ഇതാണ്: പാരന്റിങ് വിത്ത് ലവ്, ലോജിക് ആൻഡ് ലിമിറ്റ്. നമ്മൾ സ്നേഹത്തോടുകൂടി വളർത്തുക അല്ലെ? ഹിക്മ, ഒരു ലോജിക്കോടുകൂടി വളർത്തുക, ആൻഡ് വിത്ത് ലിമിറ്റ്സ്. ഒരുപാട് ക്ലാസ്സസ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് സ്നേഹത്തോടെ വളർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ ഒരു ഹിക്മയോട് കൂടി വളർത്തേണ്ടത്, നമ്മളിൽ നിന്ന് അകലാതിരിക്കാൻ അല്ലെ? പക്ഷേ അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, വി ഷുഡ് പാരന്റ് ദം വിത്ത് ലിമിറ്റ്സ്. കുറച്ച് ബൗണ്ടറീസ് വെച്ചിട്ടാണ് നമ്മൾ അവരെ വളർത്തേണ്ടത് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഈ ബൗണ്ടറീസ് വെക്കേണ്ടത്? അതിനു മുമ്പ് തന്നെ ഉമ്മമാർക്ക് വേണ്ടി ഒരു ബേസ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. അല്ലാഹു ഖുറാനിൽ പറയുന്നുണ്ട് അല്ലെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസഹ. സൂറ ബഖറയിലെ 286 ആയത്തിന്റെ ഒരു ഭാഗമാണിത്. എന്താ അള്ളാഹു പറയുന്നതില്? അള്ളാഹു ആർക്കും അവരുടെ കഴിവിനപ്പുറമുള്ള ഭാരം ചുമത്തില്ല. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. ഈ ഒരു ആയത്ത് ശ്രദ്ധിക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ അള്ളാഹു നമ്മൾ ഈ ലോകത്തെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ പാരന്റിങ്ങിൽ വരുമ്പോ നമ്മുടെ മക്കള് നമുക്ക് കഴിവിന് പറ്റുന്ന മക്കളാണ് നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. അതിന് പറ്റാത്ത മക്കൾ ആർക്കും അള്ളാഹു കൊടുക്കൂല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം വൈകല്യങ്ങളുള്ള മക്കളെ കണ്ടിട്ടില്ലേ? മാനസികമായും ശാരീരികമായും വൈകല്യങ്ങളുള്ള മക്കളെ കണ്ടിട്ടുണ്ട് അല്ലെ? അവരുടെ മാതാപിതാക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മക്കൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ വൈകല്യങ്ങളില്ലാത്ത നോർമലായ മക്കൾക്ക് വേറെ ചെറിയ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കും അവരുടെ പേരൻസിന് അത് താങ്ങാനുള്ള ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു മക്കളെ അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഓർക്കേണ്ട ഒരു ബേസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് വക പരീക്ഷണം, എന്ത് രോഗമായാലും, മക്കളെ കൊണ്ടുള്ള പരീക്ഷണം, എന്ത് കാര്യമായാലും അത് നമുക്ക് താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അള്ളാഹു നമുക്കത് നൽകുന്നത്. അപ്പൊ ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയാലും ശരിക്കും നമുക്ക് ഏത് പരീക്ഷണവും ജീവിതത്തിൽ നേരിടാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസ്. ഉമ്മമാര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഉമ്മയെ മാത്രം എന്തിനാ അള്ളാഹു തെരഞ്ഞെടുത്തത്? ഗർഭിണിയാവാനും പാലൂട്ടാനും. കാരണം ഉമ്മക്ക് മാത്രമേ അതിനുള്ള കഴിവുള്ളൂ. ഒരു പുരുഷൻ അതിന് സാധിക്കില്ല. ഹി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ദാറ്റ്. പക്ഷെ ഉമ്മ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഉമ്മക്ക് ആ ഒരു ജോലി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മക്കളെ കാര്യത്തിൽ, പേരന്റിന്റെ കാര്യത്തിൽ ആരാണ് കൂടുതൽ ജാഗ്രതയാവേണ്ടത്? ഉമ്മയാണ്, ഒബ്വിയസ്ലി. എന്തുകൊണ്ട്?
ഉമ്മ 9 മാസം മുമ്പേ ആ കുഞ്ഞിനെ അറിയുന്നുണ്ട്, വാപ്പ അതിന് ശേഷമേ അറിയുന്നുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് ഈ ക്ലാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മദേഴ്സും കൂടി ആയത്. ഉമ്മക്ക് ആ കുഞ്ഞിനെ 9 മാസം മുമ്പ് തൊട്ട് തന്നെ ബന്ധമുണ്ട്, അറിയാം. നമ്മുടെ വയറ്റിൽ ഓരോ ചലനങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ കുഞ്ഞിന്റെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കഴിവിന്റെ പരമാവധി മാത്രമേ അള്ളാഹു നമുക്ക് ആ ഒരു പരീക്ഷണം നൽകിയുള്ളൂ. ഈ ഒരു ബേസ് മനസ്സിലാക്കിയാൽ പാരന്റിങ് വിൽ ബി വെരി വെരി ഈസി. കാരണം മക്കളെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പരീക്ഷ നമ്മൾ സാധാരണ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി നേരിടാൻ അള്ളാഹു നമ്മെ സഹായിക്കും. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനിയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുന്നത്. ഓക്കെ, നമ്മളപ്പോ പഠിച്ചു പാരന്റിങ് വിത്ത് ലവ് ആൻഡ് ലോജിക്. ഒരുപാട് ക്ലാസ്സസ് കേട്ടിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തോടെ വളർത്തണം, നല്ല രീതിയിലായിരിക്കണം വളർത്തേണ്ടത്, കുട്ടികളുടെ ഫ്രണ്ട്സ് ആവണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ ലിമിറ്റ്സ് വെക്കുമ്പോൾ എങ്ങനെയാണ് പാരന്റിങ് വിത്ത് ലിമിറ്റ്സ്, അതാണ് മെയിൻ ടോപ്പിക് ഇന്നത്തത്. നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഒരു പരിധിവരെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള പല റൂൾസ് ഉണ്ട്. കാരണം എന്താണ്, ഈ ദുനിയാവ് നടക്കുന്ന തന്നെ റൂൾസിലാല്. ഒരു പബ്ലിക് പ്ലേസിൽ പോയാല് പല റൂൾസ് ഉണ്ടാവും, ഒരു സ്കൂളിൽ റൂൾസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ? മൈ റൂൾ മൈ ലൈഫിലെ ഇപ്പോഴത്തെ ടാഗ് ലൈൻ ആണ്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? നോ, യു കനോട്ട്, ബിക്കോസ് യുവർ ലൈഫ് ഇസ് ഗിഫ്റ്റഡ് ഫ്രം ഓൾമൈറ്റി. അപ്പൊ അള്ളാഹു പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്, എവിടെയാണോ നമ്മൾ സ്ഥിതി ചെയ്യുന്നത്, അവിടെയുള്ള ബൗണ്ടറീസ് ആൻഡ് ലിമിറ്റ്സ് നമ്മൾ നോക്കിയേ ജീവിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്ക് തോന്നിയ പോലെ തിന്നാൻ പറ്റോ? ഇല്ല. തോന്നിയ പോലെ നടക്കാനോ ഇരിക്കാനോ പറ്റോ? നോ. എല്ലാത്തിനും പരിധികളുണ്ട് അല്ലെ. ഈ പരിധികൾ വരുമ്പോഴാണ് പല കുട്ടികളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കുട്ടികൾക്ക് സഹിഷ്ണുതയില്ല, അവർക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല, അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പോലെ നടക്കണം അല്ലെ. അപ്പം എങ്ങനെയാണ് കുട്ടികളെ ഈ ബൗണ്ടറീസ് നമ്മൾ പിടിച്ചു നിർത്തുകയും വേണം. ആൻഡ് ദെൻ ദേ ഷുഡ് നോട്ട് ഗോ അവേ ഫ്രം അസ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പൊ പരിധികൾ വരുമ്പോൾ കുട്ടികളും മാതാപിതാക്കളും എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ജവഹർ സാറിനെയാണ്. സാർ എപ്പോഴും പറയും, വളരലും വളർത്തലും ഇത് രണ്ടും വ്യത്യസ്തമാണ് അല്ലെ. വളർത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടി ജനിച്ച് അല്ലെ, നമ്മളവിടെ കാണുന്നുണ്ട് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. കുട്ടി ജനിച്ച് കുട്ടിയുടെ പല മൈൽ സ്റ്റോണുകൾ കടന്നുപോയി കുട്ടി കമഴാൻ തുടങ്ങും, ചിരിക്കാൻ തുടങ്ങും, ഇരിക്കാൻ തുടങ്ങും, നീന്താൻ, നിൽക്കാൻ, അങ്ങനെ പല സ്റ്റേജിൽ നിന്ന് ഒരു ടോഡ്ലറായി, ഒരു ചൈൽഡ്ഹുഡ്, അഡൽട്ട്, ടീനേജ് എല്ലാം മാറി മാറി അവസാനം ഒരു വലിയ മനുഷ്യനായ വയസ്സും ഓൾഡ് ഏജിൽ എത്തും അല്ലെ. അപ്പൊ ഇതാണ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. ഇത് എല്ലാ കുട്ടികളിലും നടക്കും. കുട്ടികൾ വളർന്നാലും വളർത്തിയില്ലെങ്കിലും, തന്നെ വളർന്ന കുട്ടിയാണെങ്കിലും വളർത്തുന്ന കുട്ടിയാണെങ്കിലും ഈ ഒരു സ്റ്റേജിൽ കൂടെ തന്നെ പോകും. പക്ഷേ ഈ സ്റ്റേജിലൂടെ കടക്കുമ്പോൾ ഉണ്ടാവുന്ന കുട്ടിയിലുള്ള മാറ്റങ്ങൾ, ഇന്റലക്ച്വലായ മാറ്റങ്ങൾ, ഇമോഷണലായ മാറ്റം, മെന്റൽ ഹെൽത്ത് വൈസ് ആയിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്? ഇറ്റ് കംസ് ഫ്രം എ വളർത്തൽ പാരന്റിങ്ങിൽ നിന്ന് മാത്രം വരുന്നതാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ. അപ്പം ഓവറോൾ ഒരു മാറ്റം വേണമെങ്കിൽ എന്താ വേണ്ടത്? വളർത്തുക. നേരെ മറിച്ച് അപ്പുറത്ത് കാണുന്ന മൗഗ്ലി അല്ലെ, മൗഗ്ലി ശരിക്കും എന്താണ്? വളർന്നതാണ്, സ്വന്തം വളർന്നതാണ്. ആരും മൗഗ്ലിയെ വളർത്താനുണ്ടായില്ല കാട്ടില് അല്ലെ. അപ്പൊ എന്താണ് മൗഗ്ലിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? മൗഗ്ലിക്ക് അവർത്ത് മറക്കാൻ പോലുമുള്ള ആ ഒരു സെൻസ് വന്നിട്ടില്ല, ബിക്കോസ് ഹീസ് നോട്ട് ബീങ് ടോട്ട് എനിത്തിങ്. ആരും മൗഗ്ലിയെ പഠിപ്പിച്ചില്ല. അതൊരു ഫിക്ഷൻ സ്റ്റോറി ആണ്, എങ്കിലും നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയി പറയാൻ പറ്റിയ ഒരു കാര്യമാണ് അല്ലെ. മൗഗ്ലിനെ ആരും വളർത്തിയിട്ടില്ല, അവൻ തന്നെ വളർന്നത് ആനിമൽസിന്റെ ഇടയിൽ. അതുകൊണ്ട് അവന്റെ ജീവിതം ആനിമൽസിനെ പോലെ തന്നെയായി. അപ്പം ഇതാണ് വളരലും വളർത്തലും. ഇടപഴകേണ്ടടുത്ത് ഇടപഴകണം. ഒരു മാതാവാണെങ്കിലും പിതാവാണെങ്കിലും കുട്ടി തെറ്റ് കാണിക്കുമ്പോൾ അതിനെ തെറ്റാന്ന് ചൂണ്ടിക്കാണിക്കണം. അവിടെയാണ് പരിധി, ലിമിറ്റ്സ്, സെറ്റിംഗ് ബൗണ്ടറീസ് വരുന്നത്. എവിടെയാണ് കുട്ടി അതിര് വിടുന്നത് അവിടെ നമ്മൾ പിടിച്ചു വെക്കണം. അതിനെയാണ് വളർത്തൽ. അപ്പൊ വളർത്തൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഇൻ ഇസ്ലാം. നമ്മൾ മുസ്ലിം ഉമ്മമാരായതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഈ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. കുട്ടികൾ നമ്മളിൽ നിന്ന് വരില്ല, നമ്മുടെ അടുത്ത് വരില്ല. നമ്മൾ പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര പ്രയാസമാണ് അല്ലെ. ഒരു കോൺഫ്ലിക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. യുദ്ധം പോലെ തന്നെയാകും വീട്ടിൽ എപ്പോഴും മാഹോൽ എന്തായിരിക്കും? ഒരു യുദ്ധം പോലെയായിരിക്കും.
അപ്പം ഇതൊക്കെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കുട്ടികളെ വളർത്തുമ്പോൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. ഈ ബൗണ്ടറീസ് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ കുട്ടികളുടെ അടുത്ത് വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്സെപ്റ്റൻസ്. ഓക്കെ, മനസ്സിലാക്കുക, കുട്ടിയെ മനസ്സിലാക്കുക, അതിനെ സ്വീകരിക്കുക. നമ്മുടെ കുട്ടി, ഇപ്പൊ ഞാൻ കണ്ട വയസ്സ് മിക്ക കുട്ടികളും ഏത് കാറ്റഗറി പെട്ടതാ? ജെൻസി അല്ലെ? ജെൻസിയും ജനറേഷൻ ആൽഫ, ഈ ഒരു കാറ്റഗറിയിൽ പെട്ട മക്കളാണ് നമ്മുടെ എല്ലാ മക്കളും. ഓക്കെ, ഈ ജെൻസി എന്ന് പറയുന്ന ഒരു 1997 മുതൽ 2010 വരെയുള്ള മക്കള്, 2010 തൊട്ട് 2025 വരെയുള്ളത് ജെൻ ആൽഫയാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കാറ്റഗറിയിലുള്ള മക്കളെയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പൊ ശരിക്കും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നമ്മൾ വളർന്ന സാഹചര്യത്തിലല്ല നമ്മുടെ മക്കൾ വളർന്നത്. ഇനി നമ്മുടെ മാതാപിതാക്കൾ വളർന്നതോ അവര് വേറൊരു സാഹചര്യത്തിൽ. അപ്പൊ നല്ലപോലെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് മനസ്സിലാവില്ല. അത് നോർമൽ ആണ്. അതിനാണ് നമ്മൾ ആദ്യം നമ്മുടെ ജനറേഷനെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളുടെ ജനറേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ടാസ്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണോ ആ കാറ്റഗറിയെ പഠിക്കുക. പഠിക്കാൻ ഇപ്പൊ പല സോഴ്സുകൾ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ആ സോഴ്സിലൂടെ പഠിക്കുക നിങ്ങളുടെ മക്കൾ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, എന്താണ് അവരുടെ പ്രത്യേകതകൾ, അവർക്ക് എന്താണ് താല്പര്യം. ജെൻ സെന്നും ജെൻ ആൽഫക്കൊക്കെ ഒന്നും അറ്റൻഷൻ ഇല്ലാത്ത മക്കൾ, ഇതുപോലെ 1 മണിക്കൂർ 2 മണിക്കൂർ ഒരു ലെക്ചർ കേൾക്കാനുള്ള ക്ഷമയില്ലാത്ത കുട്ടികളാണ്. ആ മക്കളോടാണ് നമ്മൾ 5.5 പേജ് ലെക്ചർ ഇരുന്ന് അടിക്കുന്നത് അല്ലെ? നീ അത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യണം, നീ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് നിനക്ക് നല്ലതാന്ന് പറഞ്ഞാല് വല്ല കാര്യം ഉണ്ടാ? ഒരു കാര്യവും ഇല്ല. അവർക്കത് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ല. പിന്നെ ഈ ചെവി ഉമ്മക്ക് വേണ്ടിയല്ലേ എന്ന് വിചാരിച്ച് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളയല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടത് പോയിന്റ് ടു പോയിന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ പോയിന്റ് ടു പോയിന്റ് കൊടുക്കേണ്ടതെന്ന് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് ആദ്യം മനസ്സിലാക്കുക. ഈ ജനറേഷൻ എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ ജനറേഷൻ ആൽഫ, അതായത് ഡിജിറ്റൽ നേറ്റീവ്സ്, ജനിക്കുമ്പോ തന്നെ ഫോൺ കയ്യിൽ കിട്ടിയ കുട്ടികളാണ് അല്ലെ? അപ്പൊ ഈ മക്കൾക്കും എന്താണ് ആവശ്യം, അവർക്ക് ഫോണിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു കാര്യം പറയുന്നത് ക്ലിയർ ആയി മനസ്സിലാവുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാം. ഇനി ഇതിനെ പറ്റി ഏറ്റവും നല്ലൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ആവുക. ഉമ്മമാരാണെങ്കിൽ, പെൺമക്കളാണെങ്കിൽ പെൺമക്കളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ആവുക ഉമ്മമാര്. ആൺമക്കളാണെങ്കിൽ വാപ്പമാർ അവരുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട് ആവുക. എങ്കിൽ നിങ്ങൾക്ക് ഈ ജനറേഷനെ കുറിച്ച് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. ഓക്കെ, അപ്പൊ അവര് തമ്മിലുള്ള സംസാരം ഏത് രീതിയിലാണ്, അവരുടെ വൈബ് എന്താണ് അല്ലെ? ഇപ്പൊ വരുന്നൊരു വാക്കാണ് എന്താണ്? തന്ത വൈബും തള്ള വൈബും അല്ലെ? എന്റെ ഉമ്മ ഭയങ്കര തള്ള വൈബാടാ, ഒന്നിനും സമ്മതിക്കില്ല. ഇതാണ് കുട്ടികളെ തമ്മിലുള്ള ചർച്ച. ഇത് സത്യമാണ്. എന്തുകൊണ്ടാ? ശരിക്കും ഇത് സത്യമായോട് ഘടനയാണ്. നമ്മൾ തള്ള വൈബ് തന്നെയാണ്. നമ്മൾ ഈ പഴയ കാലത്തെ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ വളർത്തിയത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെയും വളർത്തുന്നത് അല്ലേ? പക്ഷെ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഈ പഴയകാല വൈബിൽ നിന്ന് മാറി പുതിയ ജനറേഷന് എന്താണ് ആവശ്യം, എങ്ങനെയാണ് ആവശ്യം, അത് പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ ചിന്തയാണ് ആദ്യം മാറ്റേണ്ടത്. ചില മാതാപിതാക്കൾ പറയും, ഓ പിന്നെ ജനറേഷൻ മാറി എന്ന് വെച്ചിട്ട് കൊച്ചു മാറാൻ പോവല്ലേ, ഈ പിള്ളേരെല്ലാരും ഏത് കാലത്തും ഒരുപോലെ തന്നെയാണെന്നാ പറയാ. പക്ഷെ അതല്ല, അത് വ്യത്യാസമുണ്ട്. പിള്ളേര് എല്ലാ കാലത്തും ഒരുപോലെയല്ല. ഓരോ ജനറേഷനിലും ഓരോ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ബുദ്ധിയാണോ പണ്ട് കാലത്തിന്റെ കുട്ടികളുടെ ബുദ്ധി? ഇല്ല. ഇപ്പൊ മനസ്സിലാക്കുന്ന രീതിയല്ല പണ്ടത്തെ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നത്. അപ്പൊ അതെന്തായാലും വ്യത്യാസം തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്താഗതി ആദ്യം മാറ്റുക, എന്നിട്ട് നമ്മുടെ മക്കളിൽ ആ ഒരു ചേഞ്ച് വരുത്താൻ നോക്കുക, ഇൻഷാ അല്ലാഹ്. അതേപോലെ ഈ തള്ളവായ്പ തന്തവായ്പ എന്ന് പറയുമ്പോൾ ചില കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികൾ പറയും, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അവർക്ക് എന്താ എന്റെ പ്രശ്നം എന്ന് അവരടുത്ത് പറയാൻ കഴിയില്ല, കാരണം അവർ വെറും തള്ളവായ്പും തന്തവായ്പ. ഇത് വാസ്തവമാണ്. കുട്ടികൾക്ക് അവരെ ഫീലിങ്സ് അങ്ങോട്ട് അറിയിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അത് കേൾക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ അങ്ങോട്ട് ചാടി കയറിയിട്ട് നമ്മുടെ പഴയകാല ലെക്ചർ തുടങ്ങും അല്ലേ? അപ്പൊ അവർക്ക് മാതാപിതാക്കളോട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനോ പരിഹരിക്കാനോ യാതൊന്നും കഴിയാത്ത ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മനസ്സിലാക്കുക നമ്മുടെ മക്കളെ, അവർ ഏത് ജനറേഷനിൽ പെട്ടതാണ്,
ആ ജനറേഷന്റെ പ്രത്യേകതകൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകി മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു അപ്രോച്ച് അതിലൂടെ മാറ്റാൻ ശ്രമിക്കുക. ഒരൊറ്റ മിനിറ്റ്. സോറി. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്ട്രാറ്റജി. ഇനി രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കണക്ഷൻ ബിഫോർ കറക്ഷൻ. ഓക്കെ, നമ്മള് കുട്ടികളെ ബൗണ്ടറീസ് വെക്കും, അവരെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറയും അല്ലെ, കറക്റ്റ് ചെയ്യും. പക്ഷെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ് കണക്ഷൻ. അവരും നമ്മളും തമ്മിൽ ഒരു കണക്ഷൻ വെക്കണം, ഒരു വയർ കണക്ട് ചെയ്യണം, മെന്റലി ഇമോഷണലി. ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിലേ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അവരത് അനുസരിക്കുള്ളൂ. അപ്പൊ ഈ കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് അക്നോളജ്മെന്റ്. അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് അംഗീകരിക്കലാണ് അവര്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എംപതി. എംപതി എന്ന് പറയുന്നത് എന്താ? സഹാനുഭൂതി. ഓക്കെ, അതൊരു ക്വാലിറ്റിയാണ്, ഒരു ഇമോഷണൽ നല്ലൊരു ക്വാലിറ്റിയാണ്. പിന്നെ മൂന്നാമത്തെ വേണ്ട ഒരു ക്വാലിറ്റിയാണ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ. ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് നമുക്ക് കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞില്ലേ അക്നോളജ്മെന്റ്, അംഗീകാരം. എങ്ങനെ നമ്മൾ അംഗീകരിക്കും കുട്ടിയെ? അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു മെത്തേഡാണ് വാലിഡേറ്റിംഗ് ഫീലിങ്സ്. കുട്ടികൾക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും അല്ലെ, ഇമോഷൻസ് ഉണ്ടാകും. സോ നോർമൽ ബേസിക് ഇമോഷൻസ് എന്തൊക്കെയാണ്? സാഡ്, ആംഗ്രി, ഹാപ്പി, ഫിയർ, ആങ്സൈറ്റി. ഇതൊക്കെ ബേസിക് ഇമോഷൻസ് ആണ് അല്ലെ, എല്ലാവർക്കും ഉണ്ട്. നമുക്കും ഉണ്ടാവും, നമുക്ക് ദുഃഖം വരും, സന്തോഷം വരും. അപ്പൊ നമ്മുടെ മക്കൾക്കും ഈ ഇമോഷൻസ് ഒക്കെ വരും. ഈ ഒരു ഇമോഷനിലായിരിക്കും നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ പോണത്. അവര് വിഷമിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു ഫോൺ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ ആ ഒരു ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് അവിടെ എന്താണ്? അവർക്കവിടെ സങ്കടമാണ് അല്ലെ. അപ്പൊ എന്താ? ആ ഒരു സങ്കടം, ആ ഒരു ദുഃഖത്തെ ജസ്റ്റ് വാലിഡേറ്റ് ചെയ്യുക, ആ ഇമോഷൻ. അതാണ് അവിടെ ചെയ്യേണ്ടത്. അതിനെങ്ങനെയാ നമ്മൾ പറയേണ്ടത്? നമ്മൾ ആ ഇമോഷനെ മനസ്സിലാക്കി ജസ്റ്റ് ആ ഇമോഷൻ ഒന്ന് നെയിം ചെയ്യുക. ഓക്കെ, മോൻക്കിപ്പൊ ദുഃഖാവുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ, മോൻക്കിപ്പൊ സങ്കടമുണ്ടോ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഇതാണ് ജസ്റ്റ് ഇമോഷനെ വാലിഡേറ്റ് ചെയ്യുക. നമ്മൾ അവരെ അടുത്ത് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാനോ പോകുമ്പോൾ അവരുടെ ഇമോഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ മക്കളല്ലേ, അവരുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഓക്കെ, ഈ കറക്റ്റ് ആവണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഏകദേശം ഒരു ഇമോഷൻ മനസ്സിലായാലും മതി. ഇനി ദേഷ്യത്തിലിരിക്കുന്ന ഒരു കുട്ടി, അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ദേഷ്യം വരുന്നുണ്ടല്ലേ, ഒത്തിരി ദേഷ്യം വരുന്നുണ്ടല്ലേ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് അല്ലെങ്കിൽ ഇമോഷനെ ഒന്ന് നെയിം ചെയ്യുക, അത്രയും മാത്രം ചെയ്താൽ മതി. അതാണ് വാലിഡേറ്റിംഗ് ഇമോഷൻ. ഇതാണ് നമ്മൾ അവരെ അംഗീകരിക്കില്ല പറയുന്നതിന്റെ രഹസ്യം. ഓക്കെ, അവർക്കപ്പൊ എന്താ തോന്നാ? എന്റെ ഉമ്മാക്ക് എന്റെ ഇമോഷൻ മനസ്സിലായി, ഷീസ് ആക്സെപ്റ്റിംഗ് മീ, അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരും. സത്യം, മക്കൾക്ക് ഇപ്പോഴും പല കുട്ടികളുണ്ട് ഈ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന, എന്റെ പേരൻസിന് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചെറുത് മുതലുള്ള കുട്ടികളുണ്ട്. ടീനേജിൽ മാത്രമല്ല, ചെറിയ മക്കളടക്കമുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടത് ഇതാണ്, ജസ്റ്റ് അവരുടെ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്യുന്നു. ഒരു ദിവസം പല സിറ്റുവേഷൻസ് വരും നമ്മൾ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിയാണ്. നമ്മുടെ മക്കൾ എന്ത് കാര്യമായിട്ട് വരുമ്പോ, വാശിയായിട്ട് വരുമ്പോ, മോൻക്കിപ്പോ ഇറിറ്റേഷൻ ആവുന്നുണ്ടല്ലോ, മോൻക്കിപ്പോ വിഷമം വരുന്നില്ല, ദേഷ്യം വരുന്നുണ്ട്. ചിലപ്പോ ചെറിയ കുട്ടികൾക്ക് ഫിസിക്കൽ ഇമോഷൻ പോലും കരച്ചില്ല കാണിക്കുന്നത്. ഇപ്പൊ അവർക്ക് വിശന്നാല് അവർ കരയും, ഉറക്കം വന്നാല് കരയും, അവർക്ക് പറയാൻ അറിയില്ല എനിക്ക് വിശക്കുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വേണമെങ്കിലും നമുക്ക് അതേപോലെ കണക്ട് ചെയ്തെടുക്കാമോ, എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്, അതിന്റെ കൂടെ വിശപ്പുണ്ടല്ലേ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയും. ഓക്കെ, അപ്പം അവിടെയാണ് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു മനസ്സിലാക്കലിനാണ് അക്നോളജ്മെന്റ് അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് പഠിച്ചെടുത്താൽ 50% കേസസ് സോൾവ്. പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനിയുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി, എംപതി. എംപതി എന്ന് പറഞ്ഞാല്
സഹാനുഭൂതി അല്ലെ. സഹാനുഭൂതിന്റെ അതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഒന്നാണ് സിമ്പതി. സിമ്പതി എന്ന് വെച്ചാൽ സഹതാപം. അപ്പൊ രണ്ടും പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ്. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് എംപതിയാണ്. കാരണം സിമ്പതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരാളുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. അതിനെ കുറിച്ച് പിന്നെ ഒരു ആക്ഷൻ എടുക്കലില്ല. എംപതി എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. മറ്റുള്ളവരുടെ ഫീലിംഗ് നമുക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാകും അത് മനസ്സിലാക്കലാണ് എംപതി. ഓക്കെ, പുട്ടിങ് യുവർ സെൽഫ് ഇൻ ടു അതേഴ്സ് ഷൂസ് എന്ന് പറയും അല്ലെ. അവരുടെ എന്ത് പ്രയാസമാണ് അത് എനിക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന ആ ഒരു മനസ്സിലാക്കല്, ആ ഒരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞ എംപതി. അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നല്ല ക്വാളിറ്റിയാണ് അത്, എംപതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എംപതി നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ മക്കളിൽ നിന്നും തന്നെ ആവാം. ഓക്കെ, അപ്പൊ മക്കള് പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഇമോഷനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ആ ഒരു അവസ്ഥ എനിക്ക് വന്നാൽ എനിക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, ഇനി എനിക്ക് എന്താണ് സൊല്യൂഷൻ വേണ്ടത് ഉമ്മാക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സൊല്യൂഷൻ തന്നെ മക്കൾക്കും കൊടുക്കാൻ നമുക്ക് എളുപ്പമാകും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഒരു കുട്ടിക്ക് ടൂറ് പോകണം അല്ലെ, ടൂറ് പോകണം. പക്ഷെ ടൂറ് പോണത് നോൺ ഇസ്ലാമിക് വേസിലാണെങ്കിലോ, ഇപ്പം ടൂറ് പോകുന്നത് മെഹറം നോൺ മെഹറം എല്ലാ കുട്ടികളും ഉൾപ്പെടുത്തിട്ടാണ് പോണത്. ഞാൻ ഇവിടെ ടീനേജ് മക്കൾ കൂടുതലുള്ളതുകൊണ്ട് ആ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, ടീനേജിൽ വരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ. ഓക്കെ, മെഹറമായ നോൺ മെഹറമായ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുന്ന ഒരു ടൂറാണ്. അതും നൈറ്റ് ഓവർ ഉണ്ടാകും, സ്റ്റേ ഉണ്ടാകും. അപ്പൊ നമുക്ക് മുസ്ലിംസിന് അത് ലേഡി ഗേൾസിനായാലും ബോയ്സിനായാലും അനുവദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ചിലപ്പോൾ നമസ്കാരം തന്നെ കിട്ടിയെന്ന് വരൂല മക്കൾക്ക്. അതേപോലെ തന്നെ അവരിങ്ങനെ ഈ 2-3 ദിവസത്തെ ടൂറിനൊക്കെ പോകുമ്പോൾ എന്തായാലും ഒരു ഫിലിം തിയേറ്ററിനൊക്കെ പോകും. അവർക്ക് അതൊക്കെ ഒരു ഫണ്ണാണ് അല്ലെ. അപ്പൊ നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. കുട്ടി വന്ന് നമ്മളടുത്ത് പറയണം ഉമ്മ ഞങ്ങളുടെ സ്കൂളിന്റെ ലാസ്റ്റ് ട്രിപ്പാണ്, ടൂറ് പോകണം, ഉമ്മ വിടാവോ എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്? വാലിഡേറ്റ് ഹർ ഫീലിംഗ് ഫസ്റ്റ്. ഓക്കെ, അവിടെ ഫീലിംഗ് എന്താണ്? കുട്ടിയുടെ ആൻസൈറ്റി ആണ്. എന്നെ വിടോ വിടില്ലേ, കൂടുതലും അറിയാം കുട്ടിക്ക് വിടില്ല, എങ്കിലും ഒരു ആങ്ഷ്യസ് ആണ്. അപ്പൊ നമ്മൾ പറയണം മോൾക്ക് ഇങ്ങനെ കൺഫ്യൂഷനില്ല അല്ലേ, പോവാൻ ആഗ്രഹമുണ്ട് അല്ലേ ടൂറിന്, ഓക്കെ പോവാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളും അതൊന്ന് ഇമാജിൻ ചെയ്യണം, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. അതാണ് എംപതി. ഓക്കെ, അപ്പൊ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേഗം എളുപ്പമാകും. ഓക്കെ, മോൾക്ക് അങ്ങനെ പോവാൻ തോന്നുന്നുണ്ട്. അപ്പൊ അതിലൂടെ കൈൻഡ്നെസ്, കമ്പാഷൻ, ഈ ഫീലിങ്സ് ഒക്കെ കൊടുക്കണം. മോളുടെ കൂടെ ഇരിക്കണം, മോളുടെ കൈ പിടിക്കണം, എന്നിട്ട് പറയണം ആ മോൾക്ക് പോവാൻ താല്പര്യമുണ്ട്. ഉമ്മ പണ്ട് ചെറുതായിരുന്നപ്പോ ഉമ്മക്കും ഇതുപോലെ ടൂർ ഉണ്ടായിരുന്നു, ഉമ്മാക്കും പോവാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മയുടെ ഉമ്മ അത് സമ്മതിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാന്നുള്ള റീസൺസ് അവിടെ കൊടുക്കുക. റീസൺസ് കൊടുക്കുക. ഇസ്ലാമിക് രീതിയിൽ വളർന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇസ്ലാമിക് രീതിയിൽ വളർന്ന ഒരു ഫാമിലിയാണ്, ഷി വിൽ അഗ്രി ടു ഇറ്റ് ഇല്ലേ. അവര് സമ്മതിക്കും. കാരണം അവർക്ക് മനസ്സിലാകും ഈ രീതിയിൽ നമ്മൾ പോയാൽ നമുക്ക് നമ്മുടെ മതപരമായ ചിട്ടകളിൽ നിന്ന് പിന്തിരിയേണ്ടി വരും. അത് ഒരു ദിവസത്തേക്കാണെങ്കിലും 2 ദിവസത്തേക്കാണെങ്കിലും പാടുള്ളതല്ല എന്നുള്ളൊരു മതബോധം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഷി വിൽ ഷുവർലി അഗ്രി ടു ഹർ മദർ. പോവണ്ട എന്നുള്ള തീരുമാനം കുട്ടി തന്നെ എടുക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അവരടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടിക്ക് ടൂർ പോയപ്പോ പിന്നെ ടൂറ് വല്ലാത്ത ടൂറാന്നും പറഞ്ഞ് നമ്മളെ കുട്ടിയുടെ ചാടിക്കയറാൻ നിന്നാല ഇനി എന്തെങ്കിലും ആ കുട്ടി നമ്മളടുത്ത് സ്വന്തമായിട്ട് തുറന്നു പറയും, ഒളിഞ്ഞു പോവാൻ നോക്കും ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മക്കളടുത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഫൈൻ, ഓക്കെ. അപ്പം ഈ എംപതി എന്ന് പറയുമ്പോൾ നബിക്ക് ഉണ്ടായിരുന്ന ഒരു മഹത്ത ഒരു ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞ ഈ സഹാനുഭൂതി എന്ന് പറയുന്നത്. സൂറ തൗബയിലെ ആയത്ത് 128 അള്ളാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എന്താണ് അള്ളാഹുടെ പറയുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു പ്രവാചകനെ ഞാൻ തന്നിരിക്കുന്നു, നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ് ആ പ്രവാചകൻ, നിങ്ങളുടെ കാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവനാണ് അവൻ. അപ്പൊ എന്താണ് ഇവിടെ നബിയുടെ ആ ഒരു എംപതി, ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പ്രവാചകനെ തന്നിരിക്കുന്നു, പക്ഷെ ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ സഫർ ചെയ്യുന്നത്, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകനെ കാണാൻ കഴിയില്ല. അതാണ് നബിയുടെ ഒരു ക്വാളിറ്റി. ആ ഒരു ക്വാളിറ്റിയാണ് നമ്മളും സ്വീകരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ക്വാളിറ്റി ആദ്യം നമ്മുടെ മക്കളിലാണ് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ എല്ലാ നല്ല ക്വാളിറ്റീസും കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ഒരു
നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റി നമ്മൾ സ്വീകരിക്കുകയും നമ്മുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് വലിയൊരു സുന്നത്ത് തന്നെയാണ്. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പല കിസ്സകളുണ്ട് ഇല്ലേ? ഇപ്പം ജമാഅത്തായി നമസ്കരിക്കുമ്പോഴും പുറകിൽ നിന്ന് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടാല് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യാം? നമസ്കാരത്തെ ചുരുക്കും ഇല്ലേ? നബിയുടെ നമസ്കാരം നമുക്കറിയാലേ, നീണ്ട പാരായണവും നീണ്ട സുജൂദും നീണ്ട റുക്കുവൊക്കെ ഉള്ള നമസ്കാരമാണ്. പക്ഷേ ബാക്കിൽ നിന്ന് കരയുന്ന കുട്ടികളുടെ ശബ്ദം കേട്ടാൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലീഡർ ആയിരുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്? നമസ്കാരത്തെ ചുരുക്കുമായിരുന്നു. അത് അവിടെ എന്താണ് ആ ക്വാളിറ്റി? എമ്പതിയാണ്. നബി അറിയുന്നു ആ മാതാക്കളുടെ ബുദ്ധിമുട്ട്, ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട്. നമസ്കാരം നീട്ടിയാൽ അവർ ഒരുപാട് നേരം കരയും, ആ ഉമ്മമാർക്ക് അതിന്റെ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നബി ആ നമസ്കാരത്തെ ചുരുക്കുന്നത് ഇല്ലേ? അതും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പം അത്രയും എമ്പത്തി ഉള്ള ഒരു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ലീഡറായിട്ട് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ ക്വാളിറ്റി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതിവിടൊക്കെ നബി എമ്പതിയാണ് യൂസ് ചെയ്തിരുന്ന ഒരു ക്വാളിറ്റി. അതുപോലെ മനുഷ്യന്മാരോട് മാത്രമല്ല, മൃഗങ്ങളോടടക്കം നബിക്ക് എമ്പതി ഉണ്ടായിരുന്നു. സഹാബാക്കളെ 2 കിളിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ അമ്മ അവിടെ പ്രയാസപ്പെടുന്നുണ്ടാവും കുഞ്ഞുങ്ങളെ കാണാതെ, നിങ്ങൾ അതിനെ തിരിച്ചു കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതാണ് ജീവനുള്ള ഏത് വസ്തു, അതായത് മനുഷ്യൻ തന്നെയല്ല, മൃഗങ്ങളോട്, ഒരു കുഞ്ഞിക്കിളിയും ഒരു അമ്മക്കിളിയോട് പോലും നബിക്ക് ആ ഒരു സഹാനുഭൂതി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വാളിറ്റിയാണ്, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് എംപതി. ഓക്കെ, അപ്പൊ ഇതാണ് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള 2 സ്റ്റെപ്പ്. ഒന്ന് നമ്മൾ പഠിച്ചു അക്നോളജ്മെന്റ്, ജസ്റ്റ് അവരുടെ ആ ഒരു ഇമോഷനെ മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എംപതി, നമ്മൾ അവരുടെ ഫീലിങ്സിനെ സ്വന്തം തന്നെയായിട്ട് കണ്ടെത്തുക, എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ ക്വാളിറ്റിയാണ് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ, കാരുണ്യവും അനുകമ്പയും. നബി നല്ല കാരുണ്യവാനായിരുന്നു അല്ലെ? അതുപോലെ നമ്മളിൽ താഴെയുള്ളവരാണ് നമ്മുടെ മക്കൾ, നമ്മളിൽ ഒരുപാട് വയസ്സ് കുറഞ്ഞവരാണല്ലോ, അപ്പൊ നമ്മൾക്ക് താഴെയുള്ളവരാണ്. അവരടുത്ത് എപ്പോഴും കാരുണ്യത്തോടു കൂടി വേണം നമ്മൾ പെരുമാറാൻ, എങ്കിലേ അവരും നാളെ നമ്മളോട് കാരുണ്യത്തോടു കൂടി പെരുമാറുകയുള്ളൂ. അപ്പം ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. അവരടുത്ത് അനുകമ്പയോടുകൂടിയും കൈൻഡ്നെസ്സോടുകൂടിയും മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. ഒബ്വിയസ്ലി അവരടുത്ത് സ്ട്രിക്റ്റ് ആവണം, പക്ഷേ ഈ സ്ട്രിക്റ്റ് ആവുന്നതിന്റെ കൂടെ നമ്മൾ ഇതും ചെയ്താലേ അവർക്ക് നമ്മളടുത്ത് അടുക്കാനും സ്നേഹിക്കാനും ഒക്കെ തോന്നുകയുള്ളൂ. ഇതാണ് സെക്കൻഡ് സ്ട്രാറ്റജി, കണക്ഷൻ ബിഫോർ കറക്ഷൻ. അപ്പൊ കണക്ഷൻ അറ്റൈൻ ചെയ്യാനുള്ള 3 ക്വാളിറ്റീസ് ആണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താകും? കണക്ഷൻ കിട്ടും. കണക്ഷൻ ഇസ് അറ്റൈൻഡ്. നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ ഒരു ഇൻവിസിബിൾ വയർ ജോയിൻ ആയി. ഓക്കെ, നൗ വി ഹാവ് എ ബോണ്ട്. നമ്മൾ അവര് തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവർ റെഡിലി അഗ്രി ചെയ്യും, റെഡിലി കേൾക്കാൻ നിൽക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കണക്ഷൻ അറ്റൈൻ ചെയ്തേക്കുന്നത്. ഇനി ഈ കണക്ഷൻ അറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു വലിയ ബെനിഫിറ്റ് ആണ്, നമ്മുടെ മക്കള് ഇമോഷണലി സ്ട്രോങ് ആകും. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികൾ തീരെ ഇമോഷണലി ഹെൽത്തി അല്ല. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും എന്ത് ചെയ്യും? പോയി ആത്മഹത്യ ചെയ്യുന്ന മക്കളാ അല്ലെ? ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും വീട് വിട്ടിറങ്ങി പോകുന്ന മക്കളാണ്. ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും മാസങ്ങളോളം ഉമ്മയടുത്ത് സംസാരിക്കാത്ത മക്കളാണ്. ഉമ്മയെ ദ്രോഹിക്കുന്ന, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മക്കളാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? ദേ ആർ നോട്ട് ഇമോഷണലി സ്റ്റേബിൾ. അവരുടെ മാനസിക നില സ്റ്റേബിൾ അല്ല. ഇപ്പൊ ഒത്തിരി ഡൈവേഴ്സ് കേസസ് കാണുന്നതിന്റെ കാരണം ഒന്നിതാണ്, ദേ ആർ നോട്ട് ഇമോഷണലി സ്ട്രോങ്. നമ്മളപ്പം നമ്മുടെ മക്കളെ ഇമോഷണലി സ്ട്രോങ് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്ത് പഠിക്കണം. കാരണം മിക്ക മക്കൾക്കും എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ദേഷ്യമാണോ, സങ്കടമാണോ, സന്തോഷമാണോ, എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഈവൻ സന്തോഷത്തിൽ നമുക്ക് അവരുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാം. എങ്ങനെയാ സന്തോഷത്തിൽ വാലിഡേറ്റ് ചെയ്യുക? കുട്ടിക്കൊരു സമ്മാനം കുട്ടി വന്ന് നമ്മളെ കാണിക്കും. നമ്മളെന്താണ്, സമ്മാനം കിട്ടിയല്ലോ, വെരി ഗുഡ്, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ നമ്മൾ അല്ലെ? പക്ഷെ അതല്ല വാലിഡേറ്റിംഗ് ഇമോഷൻസ് എന്ന് പറയുന്നത്. കുട്ടി സമ്മാനം മേടിച്ചു വന്നു കഴിഞ്ഞാല് നമ്മള് സമ്മാനമൊക്കെ കിട്ടിയല്ല, ഐ ക്യാൻ സീ ദാറ്റ് യു ആർ വെരി ഹാപ്പി, നിനക്ക് നല്ല സന്തോഷമുണ്ടെന്ന് അറിയാം, ഉമ്മിക്കും ഒത്തിരി സന്തോഷമുണ്ട് മോൻക്ക് ഈ സമ്മാനം കിട്ടിയതിന്, ഇതിനെ നമുക്ക് അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം മോൻക്ക് വേണ്ടിയിട്ട്. അതേപോലെ അവരുടെ ഫീലിങ്സിനൊന്നും നമ്മുടെ ഫീലിംഗ് ആണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യുക, ചിയറപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തിനാ സമ്മാനം കിട്ടിയ അതിനൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, എഫേർട്ടിനെ ഒന്ന് എടുത്തു പറയാം.
ആ മോനെ ഒരുപാട് പഠിച്ചിരുന്നു അല്ലേ, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തു, ഒരുപാട് ആക്ട് ചെയ്തു അതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് മോനിക്ക് ഇത് കിട്ടിയെന്നുള്ള ഒരു അക്നോളജ്മെന്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇൻഷാല്ല അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അവരുടെ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ ഇമോഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദ ഇമോഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വെയർ ടു ആക്ട് ആൻഡ് വെയർ നോട്ട് ടു ആക്ട്. ഇമോഷൻ, എല്ലാ ഇമോഷൻസും നമ്മൾ ആക്ഷൻ എടുക്കണം എന്നില്ല. ദേഷ്യം വന്ന് സ്കൂളിൽ നിന്ന് ടീച്ചറെ മുന്നിലെ ദേഷ്യം വന്ന് ദേഷ്യം അപ്പൊ പ്രകടമാക്കണോ? വേണ്ട അല്ലെ. പക്ഷെ ദേഷ്യം വരുന്നത് നോർമലാണ്, പ്രകടമാക്കുന്നതാണ് അബ്നോർമൽ. അപ്പം ആ ഒരു വ്യത്യാസം കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ പോയിന്റോടെ വാലിഡേറ്റിംഗ് ഫീലിങ്സ്, അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ അവർ അവരുടെ ഫീലിങ്സ് വലുതാവും മനസ്സിലാക്കുകയും ഇമോഷണലി സ്ട്രോങ് കിഡ്സ് ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജിയാണ് എക്സ്പ്ലെയിൻ ദ വൈ. എന്തുകൊണ്ട്? എല്ലാ മക്കൾക്കുള്ള ചോദ്യാലേ, എന്തുകൊണ്ടാണ് യുമ്മി ഇങ്ങനെ പറയുന്നത്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് എന്തുകൊണ്ട് പറയുന്നു ഇല്ലേ? നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബൗണ്ടറി വെക്കുമ്പോൾ, ഒരു ലിമിറ്റ് വെക്കുമ്പോൾ കുട്ടി ചോദിക്കും എന്തുകൊണ്ട്. സോ ലെറ്റ് us give the answer. നമ്മൾ അങ്ങ് ആൻസർ പറഞ്ഞേക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്? നമ്മളും ചുമ്മയൊന്നൊരു കാര്യം ചെയ്യാൻ പറയില്ലല്ലോ, എന്തെങ്കിലും ഒന്നും ഉണ്ടാവൂലേ, അതുകൊണ്ടാണല്ലോ നമ്മളത് ചെയ്യരുതെന്ന് പറയുന്നത്. ആ ഒരു റീസൺ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി മനസ്സിലാക്കി കൊടുക്കുക. ഇനി ചില കാര്യങ്ങൾക്ക് അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ടാകും, അതായത് അതിന് ചില ഹാംഫുൾ ആയ പരിണാമങ്ങൾ ഉണ്ടാകും. അതെന്താന്നുള്ളതും കൂടി മനസ്സിലാക്കി കൊടുത്താൽ ദ ചൈൽഡ് വിൽ ബി റെഡി ടു അറ്റംപ്റ്റ് ഇറ്റ്. ഓക്കെ, അതനുസരിക്കാൻ ആ കുട്ടി സമ്മതിക്കും. അപ്പം ഈ ഒരു വൈ എന്നുള്ള റീസണിങ്ങും കൊടുക്കുവാണെങ്കിൽ ദ കറക്ഷൻ വിൽ ബി എ ലിറ്റിൽ മോർ ഈസി. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കണക്ഷൻ അറ്റൈൻ ചെയ്ത് ഇനി കറക്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ പറയുന്ന ആ ബൗണ്ടറിയിൽ നിർത്താൻ പോവുകയാണ്, നമ്മുടെ പരിധിയിൽ വരുത്തിക്കാൻ പോവുകയാണ് കുട്ടീനെ. അപ്പൊ അതിന് എന്താണെന്നുള്ള കാരണമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എക്സ്പ്ലെയിൻ ദ വൈ, അതും നല്ല രീതിയിലായിരിക്കണം പറഞ്ഞ് സമാധാനത്തോടു കൂടി അവരെ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കണം. അപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ടൂർ പോകുന്ന കേസ്. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ നമുക്കറിയാം, എന്തുകൊണ്ടാണ് കുട്ടിയെ പറഞ്ഞേക്കാത്തുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഒത്തിരി ലെക്ചർ അടിക്കാതെ അതാണ് അവരുടെ വൈബ് മനസ്സിലായിരിച്ച് അവരുടെ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേഗം അത് മനസ്സിലാക്കും. ഓക്കെ, ഇനി നാലാമത്തെ സ്ട്രാറ്റജിയാണ് ബി സ്പെസിഫിക് ആൻഡ് പോസിറ്റീവ്. പറയുന്ന കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് കേട്ടിട്ടില്ലേ? അവിടെ ഇല്ല ഇവിടെ ഇല്ല, ഇങ്ങനെ വട്ടം കറങ്ങി പറയുന്ന ഒന്നും മനസ്സിലാവില്ല. ലാസ്റ്റ് കുട്ടിയെ വിചാരിക്കും എന്തിപ്പോ ഉമ്മ പറഞ്ഞത്. അത് മെയിൻലി ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിൽ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ടൂറ് പോകുന്ന ഉദാഹരണം തന്നെ പറയാം. ഉമ്മ പറയും വാപ്പാനോട് ഉപയോഗിക്കാൻ, വാപ്പ പറയും ഉമ്മാനോട് ഉപയോഗിക്കുക. ഇത് ഈ ഇട്ട കറക്കലാണ് അല്ലെ, കുട്ടീനെ ചുമ്മാ കൺഫ്യൂസ് ആക്കാന്. എന്തിനാണ് അതിന്റെ ആവശ്യം? യു ഹാവ് എ പോയിന്റ് ഓഫ് വ്യൂ അല്ലെ. ഇനി വാപ്പാക്കും ഉമ്മാക്കും തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡിസൈഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ബി സ്പെസിഫിക്. ഉമ്മ പറയുന്ന പോണ്ട, വാപ്പ പറയുന്ന പോണ്ട. യെസ്, അതാണ് സ്പെസിഫിക് ആയ ഒരു കാര്യം. അല്ലെങ്കിൽ ഉമ്മ പറയും ചിലപ്പോ പൊയ്ക്കോ, വാപ്പ പറയും പോണ്ട. ഇങ്ങനെ രണ്ട് രീതിയിൽ നിൽക്കുന്നതാണെങ്കിലും അതും നോർമൽ അല്ല. ഓക്കെ, അതുകൊണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് കം ഇൻ എ സെയിം ടേംസ്. ഒരേ രീതിയിൽ അവർ തീരുമാനം എടുത്തിട്ട് വേണം കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ ഇപ്പം മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് അല്ലെങ്കിൽ പോകണ്ട അങ്ങനെയാണ് പറയാറ് അല്ലെ. പക്ഷെ ചില കാര്യങ്ങൾക്ക് വി ക്യാൻ മേക്ക് ഇറ്റ് പോസിറ്റീവ്. അപ്പൊ ഇപ്പൊ ടൂറ് പോകണ്ട എന്നുള്ള കഥ തന്നെ, ഇപ്പം ടൂറ് പോകണ്ട എന്ന് പറയുന്നതിനും നമുക്ക് എന്ത് പറയാം, നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ടൂറ് പോകാം വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം എല്ലാ മക്കളുടെ ആഗ്രഹമായിരിക്കും പുറത്തു പോകണം, കറങ്ങണം. മക്കൾ മാത്രമല്ല, നമുക്ക് പോലും ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പം ആ ഏത് സ്ഥലത്താണോ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് പറയാം. അപ്പൊ അവിടെ എന്താണ്, ഒരു പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത് അല്ലെ, ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. നീ പോകണ്ട, അതിലുപരി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയാലോ എന്നുള്ളതാകാം. ഓക്കെ, അപ്പം അങ്ങനെ പരമാവധി പോസിറ്റീവായിട്ട് നമ്മള് സെന്റൻസസ് കൊണ്ടുവരാൻ നോക്കാം. അതുപോലെ പറയുമ്പോൾ എപ്പോഴും റെസ്പെക്ട്ഫുൾ വേർഡ്സ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സമാധാനത്തില് ഒരു ഇൻഡിവിജ്വൽ ആണ്, മക്കളാണെങ്കിലും അവര് ഒരു ഇൻഡിവിജ്വൽ ആണ് അന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കണം, കാം ആയിരിക്കണം ആൻഡ് കൺസിസ്റ്റന്റ്. റൂൾസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണം. ഇന്ന് പറയുന്ന റൂൾ തന്നെ ആയിരിക്കണം നാളെ വേണ്ടത്, നാളെ മാറ്റി പറയാൻ പാടില്ല. ഫോൺ എപ്പോഴും വീക്കെൻഡ്സിലെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത്
ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ തോന്നുമ്പൊക്കെ കൊടുക്കുക. അങ്ങനെ ആയാലും ഇറ്റ്സ് നോട്ട് കൺസിസ്റ്റന്റ്. അപ്പൊ അവര് വീണ്ടും വീണ്ടും അതിനുവേണ്ടി വാശി പിടിക്കും. അപ്പം എപ്പോഴും റൂൾസ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. ഇന്ന് പറയുന്നതായിരിക്കണം എന്നുമുള്ള ഒരു റൂള്. അതേപോലെ ഈ നമ്മൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നോൺ വെർബൽ ക്യൂസ്, അതായത് പുഞ്ചിരി, ഒരു കെട്ടിപ്പിടിക്കല്, അവരെ തലോടുക, ഇതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മക്കൾ എത്ര വലുതായാലും അവർക്ക് നമ്മുടെ സ്പർശനം ആവശ്യമാണ് അല്ലെ. നമ്മൾ അവരെ ചുംബിക്കണം, കെട്ടിപ്പിടിക്കണം, തലോടണം, ഇതൊക്കെ അത്യാവശ്യമാണ്, ആൺമക്കളായാലും പെൺമക്കളായാലും. പക്ഷെ ഇന്ന് അതൊക്കെ ലാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. യുനോ, ചെറിയ കുട്ടികളടക്കം ക്രേവ് ചെയ്യുന്നു ഉമ്മമാരുടെയും വാപ്പമാരുടെ ഒരു തലോടൽ കിട്ടാൻ, ഒരു കെട്ടിപ്പിടിക്കൽ കിട്ടാനായിട്ട്. അതൊക്കെ പോയ ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലം. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വരണം. നമ്മുടെ മക്കള് നമുക്ക് ടച്ച് ചെയ്തിട്ട് അവരെ സ്നേഹിക്കുകയും തലോടുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലമാണിത്. ഈ തലോടലും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ ഓട്ടിസം വരെ വരുന്ന കുട്ടികളുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ മക്കളെ കറക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഈ സ്നേഹവും വാത്സല്യം ഒക്കെ കാണിക്കുകയും വേണം. പിന്നെ ഉള്ള കാര്യമാണ് നോ നാഗിങ്. നാഗിങ് എന്ന് പറഞ്ഞാൽ ഈ എടുത്ത് വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളാണ്. മിക്ക പേരൻസിനും ഉണ്ടാവും അത്. ഏത് നമ്മൾ പറയില്ലേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല, എത്ര വട്ടമായി പറയുന്നത് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ. ഇതാണ് ഈ നാഗിങ് എന്ന് പറയുന്നത്. വെറും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവരെ. അപ്പം ഈ ഒരു ശീലം അത്ര നല്ലതല്ല. നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴും ബൗണ്ടറീസ് വെക്കുമ്പോഴും നാഗിങ് ചെയ്യാതെ റെസ്പെക്ട്ഫുള്ളി ആയിരിക്കണം അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. ഇനി എപ്പോഴും നമുക്ക് നല്ല മൂഡായിരിക്കുമോ? പ്രത്യേകിച്ച് ഉമ്മമാർക്കില്ലേ, ഉമ്മമാർക്ക് ഒത്തിരി ജോലികൾ ഉണ്ടാവും, തിരക്കുണ്ടാകും. അതുകൂടാണ്ട് നമുക്ക് നമ്മുടെ ഹോർമോൺസ് ഉണ്ട് അല്ലെ. നമ്മുടെ മാസമുറ ആവുമ്പോഴൊക്കെ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അന്നേരം നമ്മൾ എന്തായിരിക്കും, എപ്പോഴും നല്ല മൂഡായിരിക്കണം എന്നുണ്ടാ. ഈ വക പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് എപ്പോഴും വാലിഡേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആങ്കേർഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡീപ് ബ്രെത്ത് എടുക്കാം. കുട്ടി നമ്മളടുത്ത് ഒരു ആവശ്യമായിട്ട് വന്ന് നമ്മൾ ജസ്റ്റ് ഡീപ് ബ്രെത്ത് എടുക്കുക. അതായത് കണ്ണടച്ച് ഒന്ന് ശ്വാസം നീട്ടി വലിക്കാം, മൂക്കിൽ കൂടെ വലിക്കാം, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വായി കൂടി അത് വിടുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്. അപ്പൊ ഈ ഡീപ് ബ്രെത്ത് എടുക്കണമെങ്കിൽ നമ്മൾ ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് എടുത്ത് ശീലം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഡീപ് ബ്രെത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഡീപ് ബ്രെത്ത്സ് എടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഫ്രസ്ട്രേഷൻ ലെവൽ കുറയും. അപ്പൊ നമുക്ക് ജസ്റ്റ് കുട്ടിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ദേഷ്യപ്പെടൂല, നമ്മൾ അവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കാതെ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സെങ്കിലും നമുക്ക് വരും. അതേപോലെ ലോങ് ലെക്ചേഴ്സ് ഞാൻ പറഞ്ഞു അവോയ്ഡ് ചെയ്യണം, അവർക്ക് ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ല. ഇനി നമുക്ക് അത്രയും റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ശേഷി ഇല്ല എന്ന് വിചാരിക്കും. നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അവർ വരുന്നെങ്കിലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പറഞ്ഞ മൂളൽ വെച്ച് നമ്മൾ അവരെ കേൾക്കാം. ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണം എന്നില്ല, പക്ഷെ ജസ്റ്റ് നമ്മൾ അവരെ കേൾക്കാം, ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രം കേൾക്കാം. ഇപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന മിക്കപ്പോഴും എനിക്ക് ചെറിയ മക്കളാണ്. മൂത്ത ആള് 10 വയസ്സ്, രണ്ടാമത്തെ ആള് 6 വയസ്സ്. അപ്പൊ ഇവര് തമ്മിൽ തല്ലു പിടിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തായിട്ട് പ്രശ്നങ്ങളായിട്ട് വരും. നമ്മൾ ചിലപ്പോൾ നമ്മുടെ വലിയ ജോലിയിലായിരിക്കും, ഇത് കേൾക്കാനുള്ള ഒരു മൂഡായിരിക്കില്ല. അപ്പൊ രണ്ടുപേരുടെയും കേൾക്കാനും പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, രണ്ടുപേരുടെ ഇങ്ങനെ കേൾക്കും, എന്നിട്ട് ഒന്ന് മൂളും. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും, അടുത്തിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് തന്നെ അവരെന്നെ സോൾവ് ചെയ്തിട്ട് പോകും. അപ്പം നമ്മൾ അവിടെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നതിലും നല്ലത് എന്താണ്, ജസ്റ്റ് ഗിവ് ദം എ ഹമ്മിങ്. അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ അവർക്കത് മനസ്സിലാകും ആൻഡ് ദേ സ്റ്റാർട്ട് റിയാക്ടിങ് അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എപ്പോഴും നമ്മൾ അവൈലബിൾ ആവണമെന്നില്ലല്ലോ. നമ്മുടെ മൂഡ് സ്വിങ്സും പലതും പ്രശ്നങ്ങളുണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുക. പക്ഷെ വൺസ് ഇൻ എ വൈൽ നമ്മൾ ഇതുപോലെ അവരുടെ റെസ്പോണ്ട് ചെയ്യുന്നതും തെറ്റില്ല. പക്ഷെ നമ്മൾ പറയുന്ന റൂൾസ് സ്പെസിഫിക് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി 5ാമത്തെ സ്ട്രാറ്റജിയാണ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓൾട്ടർനേറ്റീവ് യെസ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ടൂറ് പോകണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ചെയ്യണം. അപ്പൊ അതിൽ ഒന്നാണ് നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ്, കുട്ടിക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിച്ചു കൊടുക്കേ, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൊവിഷൻ അവൈലബിൾ ആക്കി തന്നെ കൊടുക്കണം, അല്ലാതെ തീരെ നിരുത്സാഹപ്പെടുത്തരുത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പ്രൊവൈഡ് ചോയ്സസ്, പല ചോയ്സസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് സ്ക്രീൻ ടൈം വേണം എന്ന് പറഞ്ഞാലും
നമ്മൾ എന്താ കുട്ടികൾ സ്ക്രീൻ ടൈം ചോദിക്കുന്നത് മോസ്റ്റ്ലി ബോർ അടിക്കുമ്പോഴാണ്. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ സ്ക്രീൻ ടൈം റൂള് വീക്കെൻഡ് ആണല്ലോ, ടുഡേ ഈസ് നോട്ട് ദ വീക്കെൻഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്കൊരു ബുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ്സ് പ്ലേ എ ഗെയിം ടുഗെദർ, അല്ലെങ്കിൽ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചോയ്സസ് കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം ലെറ്റ് ദം സെലക്ട് വൺ ആൻഡ് വിൽ ഡു ദാറ്റ് ആക്ടിവിറ്റി ടുഗെദർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളതിനൊക്കെ നമ്മൾ കൊടുക്കാൻ റെഡി ആവണം, എങ്കിലേ കുട്ടികളും നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓൾവേസ് ടെല്ലിങ് നോസ്, ഓൾവേസ് ക്രിയേറ്റിംഗ് എ ബൗണ്ടറീസ്, അങ്ങനെ സ്ട്രിക്റ്റ് പട്ടാള ചിട്ട പോലെ വളർത്തിയാൽ ഇന്നത്തെ ജനറേഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, അണ്ടർസ്റ്റാൻഡ് ആ ജനറേഷൻ, ജെൻസിയും ആൽഫയും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് അവർക്ക് ചോയ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് 5 സ്ട്രാറ്റജീസ് സോ ദാറ്റ് വി ക്യാൻ സെറ്റ് എ റൂൾ and they don't go away from us. അതിൽ ഒന്നാമത്തേതായിരുന്നു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്സെപ്റ്റിംഗ്. ഓക്കെ, രണ്ടാമത്തേതാണ് കണക്ഷൻ ബിഫോർ കറക്ഷൻ. മൂന്നാമത്തത് ബി സ്പെസിഫിക് ആൻഡ് പോസിറ്റീവ്. മൂന്നാമത്തത് എക്സ്പ്ലെയിൻ ദ വൈ ആയിരുന്നു, എന്തുകൊണ്ടെന്നുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നാലാമത്തതാണ് ബി സ്പെസിഫിക് ആൻഡ് പോസിറ്റീവ്. ആൻഡ് അഞ്ചാമത്തതാണ് ഗിവ് ദം ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വൈ ഇടുക. ഹാൻഡ് റൈസ് കാണുന്നത് അത് ഡൗട്ട്സ് ചോദിക്കാനാണോ അതോ അറിയാതെ ആയി പോയതാണോ? യെസ്, ഗ്രേറ്റ്, വൈ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെഷന്റെ ലാസ്റ്റ് വെക്കാം. ഓക്കെ, ഞാനപ്പം ഇപ്പൊ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി വെച്ച് കുറച്ച് ലൈഫ് സിനാരിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ ചെറിയ ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോ എനിക്ക് അറിയില്ലായിരുന്നു എത്ര ഏജ് ഉള്ള കുട്ടികളാണ്, എങ്കിലും ഇത് ടോഡ്ലേഴ്സിന്റെ ഒരു പ്രായത്തിലുള്ള സിനാരിയോസ് ആണ്. ടോഡ്ലേഴ്സും ഉണ്ടല്ലോ എന്തായാലും ഗ്രൂപ്പിൽ, മാഷാഅല്ലാഹ്. അപ്പം ഒരു സിനാരിയോ ഇങ്ങനെയാന്ന് വിചാരിക്കും. എൽഡർ ബ്രദർ, അതായത് മൂത്ത കുട്ടി വന്നിട്ട് മമ്മയുടെ അടുത്ത് പറയാണ്, എനിക്ക് എന്റെ അനിയനെ തീരെ ഇഷ്ടമില്ല, അനിയൻ ഒരു ബേബിയാണ്, എനിക്ക് അനിയനെ ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് അവനെ ഹിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറയും. ഓക്കെ, ജനറലി അത് എങ്ങനെ ഉണ്ടാവുന്നതാണ് അല്ലെ, ഒരു സിബ്ലിംഗ് ജലസി ഉണ്ടാകും, ചെറിയ കുട്ടിക്ക് അറ്റൻഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ റിയാക്ഷൻ പൊതുവെ ഉണ്ടാവുന്നത്? നമ്മുടെ റിയാക്ഷൻ എന്താണ്? തൊട്ടുപോയ കാണിച്ചുതരാം അല്ലെ, കൊച്ചിനെ തൊട്ടുപോയ കാണിച്ചുതരാം, അതായിരിക്കും നമ്മുടെ പൊതുവെയുള്ള റിയാക്ഷൻ. പക്ഷെ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ആ കുട്ടിക്ക് നോർമൽ ആണ് ആ ജലസി എന്നുള്ളൊരു ഫീലിംഗ്, ജലസി ഒരു ഇമോഷൻ ആണ്, അത് നോർമൽ ആയിട്ട് ഉണ്ടാകും. അപ്പൊ എന്താണ് നമ്മളവിടെ പറയേണ്ടത്? നിനക്ക് ഇവിടെ ഇപ്പൊ വിഷമം തോന്നുന്നുണ്ട് അല്ലേ, ജലസി ഹാസ് കം ഫ്രം അപ്സെറ്റ്, വിഷമം കൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് വന്നത്. അപ്പൊ മോൻക്ക് ഇവിടെ വിഷമം ഉണ്ടല്ലേ, ഉമ്മി എപ്പോഴും ബേബിയുടെ കൂടെ ആയിരിക്കുന്ന, മോൻക്ക് ശ്രദ്ധ തരാൻ പറ്റാത്തതുകൊണ്ട് വിഷമമുണ്ടല്ലേ. പക്ഷെ ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് മോൻക്ക് മോന്റെ ബേബിനെ ഹേർട്ട് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഒരിക്കലും മോന്റെ ബേബിനെ ഹേർട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ മോന്റെ ബേബി എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ അപ്പൊ മോൻക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും മോനൊരു കാര്യം ചെയ്യും, ഒന്നല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ട്, അല്ലെങ്കിൽ എഴുതാൻ അറിയാവുന്ന കുട്ടിയാണെങ്കിൽ എഴുതിയിട്ട് കാണിച്ചത് അമ്മമ്മക്ക്, നമുക്ക് അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് പറയും. ഓക്കെ, ഇതാണ് ഹെൽത്തിയർ വേയിൽ ആ കുട്ടിയുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യല്. ഓക്കെ, സപ്രസ് ചെയ്യുവല്ല നമ്മള്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പ്രചോദനം ചെയ്യുകയാണ്, ബട്ട് ഇൻ എ healthier way, and we are validating the feelings of the child. മോന്റെ അപ്സെറ്റ്, മോന്റെ സാഡ്നെസ്, വിഷമം, അത് മനസ്സിലാക്കുകയാണ് ഉമ്മ. സോ ദിസ് ഇസ് ഹൗ വി നീഡ് ടു റിയാക്ട് ടു ദ ടോഡ്ലർ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇതേപോലെ ഒരു ടോഡ്ലർ നമ്മൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും വന്ന് പറയാണ്, ഉമ്മ എനിക്ക് വിശക്കണം എന്ന് പറയും. നമ്മൾ എന്താ പറയാ, പിന്നെ ഇപ്പൊ തന്നെയല്ലേ ഭക്ഷണം കഴിച്ചതിന്റെ തോന്നലാണ്, ഒന്ന് പൊയ്ക്കേന്ന് പറയും, കിച്ചണിലില്ല ഇപ്പൊ എടുത്തു വെച്ചിട്ടുള്ളൂ, ഇനി ഒന്നും വിളമ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്ത് ചെയ്യും, ഒച്ചപ്പാടാക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ടോഡ്ലർ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് വിശപ്പും വിശപ്പില്ലായ്മ എല്ലാം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. ചിലപ്പോൾ ആ കുട്ടിക്ക് വിശപ്പായിരിക്കില്ല, എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കാനുള്ള ഒരു ക്രേവിങ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ അവിടെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ റെസ്പോൺസ് ചെയ്യേണ്ടത്? നമ്മള് ലഞ്ച് കഴിച്ചിട്ട് അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ, വിശക്കാൻ തുടങ്ങിയില്ലേ, ഇപ്പം ചിലപ്പം അതൊരു തോന്നലായേക്കാം, ബട്ട് സ്റ്റിൽ ഇപ്പൊ ഉമ്മി എന്താണ് കിച്ചണൊക്കെ അടച്ചു, എല്ലാം ക്ലീൻ ആക്കി, ഇപ്പൊ ഒരു ഭക്ഷണം വിളമ്പല് പോസിബിൾ അല്ല, പക്ഷെ മോൻക്ക് എന്താണ് ഒരു ഹെൽത്തി സ്നാക്ക് വേണമെങ്കിൽ കഴിക്കാം. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഹെൽത്തിയർ ഓപ്ഷൻ കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്ക് എന്താണ്
ഈ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് ആയിരിക്കും, ബേക്കറി ഐറ്റംസ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഇച്ചിരി സ്പൈക്ക് ആകും. അപ്പൊ ഷുഗർ സ്പൈക്ക് ആകുമ്പോൾ വീണ്ടും നമുക്ക് ഷുഗർ കഴിക്കാനുള്ള ഒരു ക്രേവിംഗ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരും. അപ്പൊ ആ ഒരു ക്രേവിംഗ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവർ വന്ന് വീണ്ടും വിശക്കണം എന്ന് പറയുന്നത്. അപ്പൊ ബേക്കറി ഐറ്റംസ് തിന്നാനുള്ള ക്രേവിംഗ് ആയിരിക്കും. അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെ? ഹെൽത്തിയർ ഓപ്ഷൻസ് കൊടുക്കാം. ഹെൽത്തി ഫുഡ് കഴിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്താകും? ചില കുട്ടികൾ അത് കഴിക്കും, ചില കുട്ടികൾ അപ്പൊ വിശപ്പൊക്കെ മാറിയിട്ട് അങ്ങ് തന്നെ പോകും. ഓക്കെ, അല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ മോൻ ഈവനിങ് വരെ വെയിറ്റ് ചെയ്യുക, ഈവനിങ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കാം എന്നുള്ള രീതിയിലാണ് കുട്ടികളുടെ അടുത്ത് റിയാക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ നമ്മുടെ പഴയകാല രീതിയിൽ റിയാക്ഷൻ അല്ല വേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? കുട്ടിക്ക് മനസ്സിലാകും ദാറ്റ് മമ്മ റിയലി നോസ് മീ വെൽ, മമ്മ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കും. അതേപോലെ കുട്ടിയുടെ അവിടെ ഒരു അടവുകളും നടക്കൂല എന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ ടാൻഡ്രംസും അതിലൂടെ കുറഞ്ഞു കിട്ടും കുട്ടികളുടെ. ഇനി മൂന്നാമത്തെ ഒരു ഇമോഷൻ, മൂന്നാമത്തെ ഒരു സിനാരിയോ, അതൊരു ഹാപ്പി സിനാരിയോ ആണ്. ഇപ്പൊ ചൈൽഡ് കളറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ കാണിക്കുന്നു അല്ലെ. നമ്മളപ്പോ എന്താണ്, നമ്മുടെ ജോലി തിരക്കിലും പല ഇതിലായിരിക്കും നമ്മൾ പറയും വെരി ഗുഡ് വെരി ഗുഡ്, അത്രേ ഉള്ളൂ അല്ലെ. പക്ഷെ അതല്ല, അവിടെയും ഒരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ട്. കുട്ടി കളറിംഗ് ചെയ്ത് ഹാപ്പി ആയിട്ട് വരികയാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മള് കുട്ടിയുടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഇമോഷനെ വാലിഡേറ്റ് ചെയ്യാം. നമ്മൾ പറയാം നൈസ് ഡ്രോയിങ് ആണല്ലോ, ഈ ഡ്രോയിങ് വെരി പ്രിട്ടി ആണ്, മോനിത് വരച്ചു കഴിഞ്ഞപ്പോ നല്ല സന്തോഷമുള്ള പോലെയുണ്ട്, മമ്മക്കും സന്തോഷമായി. അതേപോലെ ആ കളർ ചെയ്തതിന്റെ എഫേർട്ട്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് കളർ ചെയ്തു, നല്ല ഭംഗിയുണ്ട്. ഇനി എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ സജഷൻ കൊടുക്കാം. നമ്മുടെ മക്കളല്ലേ, വരച്ചത് ഇച്ചിരി കൂട്ടി അങ്ങ് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതുപോലെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്കുക. ഇതേപോലെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഇനിയും ഇതിനകത്ത് ചെയ്യാനുള്ള ഒരു പ്രചോദനവും മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്നത്. അപ്പൊ ഇതാണ് ചെറിയ കുട്ടികളുടെ ലൈഫ് സിനാരിയോസ്. ഓക്കെ, ഇനി യൂഷ്വലി കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് കോമൺലി ചോദിക്കുന്ന സിനാരിയോസ് ഒക്കെ ഇത്. ഒന്നാമത്തത് സ്ക്രീൻ ടൈം. ഓക്കെ, മക്കളിൽ സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യാനും അതിനെങ്ങനെ നമുക്കൊരു പരിധിയൊക്കെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലും അതൊരു വാസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ രീതിയാണ് ഉപയോഗിക്കേണ്ടത്. ജനറലി ഇപ്പൊ ഒരു 7 തൊട്ട് 12 വയസ്സ് വരെ കുട്ടിയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മളൊരു റൂള് വെക്കണം സ്ക്രീൻ ടൈമിന്റെ. ഒന്നല്ലെങ്കിൽ വീക്കെൻഡ്സ് അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ എത്ര ദിവസമാണെന്ന് വെച്ചൊരു റൂള്, ഒരു ടൈമും വെക്കണം. അതേപോലെ സ്ക്രീനിൽ കാണേണ്ട സംഭവങ്ങൾ എന്റർടൈൻമെന്റിന് പകരം എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണാനാണ് അനുവദിക്കേണ്ടത്. ഇപ്പൊ ഒരുപാട് അതായത് എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റിയ കുറെ എഡ്യൂക്കേഷണൽ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ അതെല്ലാം വെച്ചു കൊടുക്കുക. അപ്പൊ സ്ക്രീൻ ടൈം എന്റർടൈൻമെന്റിനല്ലാതെ എഡ്യൂക്കേഷണൽ പേർപ്പസിന് കൊടുക്കുവാണെങ്കിലും അതൊരിക്കലും എഡിക്ഷൻ ആയി മാറൂല. എന്റർടൈൻമെന്റിന് ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കാം, പുറത്തുപോയി കളിക്കല്, പാർക്കിൽ പോകല്, അങ്ങനെ പല ആക്ടിവിറ്റീസ്, സ്വിമ്മിങ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, അതൊക്കെ കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, ഇങ്ങനെ ചെയ്ത സ്ക്രീൻ ടൈം ഒരിക്കലും എഡിക്ഷൻ ആവൂല. പക്ഷെ കാർട്ടൂൺസും ഗെയിംസും കാണാൻ കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എൻ എഡിക്ഷൻ. അത് പിന്നെ നമുക്ക് പിടിച്ചു വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ സ്ക്രീൻ ടൈം ഇതുപോലെ അവർ ഓവർ ആകുമ്പോഴും ബൗണ്ടറീസ് കീപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ മതി. 5 ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അവരെ നമുക്ക് പിന്തിരിപ്പിച്ചെടുക്കാം. പിന്നെ വരുന്ന കോമൺ ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾ, പെൺകുട്ടികളിൽ കാണുന്ന മേക്കപ്പും ഡ്രസ്സിംഗ് സ്റ്റൈലേ. ഈ മേക്കപ്പും നോൺ ഇസ്ലാമിക് ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആയിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയ അതിന് ഏറ്റവും വലിയൊരു കാരണം, ഇൻഫ്ലുവൻസ് ഫ്രം സോഷ്യൽ മീഡിയ. അത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഫുൾ ഇസ്ലാമിക് കൾച്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഉമ്മ ഇസ്ലാമിക് ഡ്രസ്സസ് കംപ്ലീറ്റ്ലി ആൻഡ് വിത്തൗട്ട് മേക്കപ്പ്. ഉമ്മ ഒരിക്കലും മേക്കപ്പ് യൂസ് ചെയ്ത് കുട്ടിയെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടി എന്തായാലും അതിന് വാശി പിടിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ മേക്കപ്പിന്റെ ഹാർംഫുൾ ഇഫക്ട്സ് അത് മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ മേക്കപ്പ് അല്ല ഒരു പേഴ്സണാലിറ്റിയുടെ കോൺഫിഡൻസ് ഇസ് ഫ്രം വിതിൻ ഹെർ സെൽഫ്. അവളുടെ മൈൻഡ്, അവളുടെ ബോഡി, അവളുടെ ലുക്സ് എന്താണോ നാച്ചുറലി അതാണ് കോൺഫിഡന്റ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് ഇതിനൊരു ഓൾട്ടർനേറ്റീവ് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. മേക്കപ്പ് യു ക്യാൻ യൂസ് ഇറ്റ് ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ മെഹ്റം, വീട്ടിൽ തന്നെ. അതായത് വാപ്പാടെ മുന്നിൽ, ബ്രദറിന്റെ മുന്നിൽ, മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിന്റെ മുന്നിൽ യു ക്യാൻ യൂസ് മേക്കപ്പ് അല്ലെ. പക്ഷെ നോട്ട് അറ്റ് ഓൾ ഇൻ ഫ്രണ്ട് ഓഫ് നോൺ മെഹ്റം. അത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ട് വേണം തന്നെ നമ്മൾ മക്കളെ വളർത്താൻ. അത് ഒറ്റയടിക്ക് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ചെറുപ്പം മുതലേ അത് ശീലിപ്പിക്കണം. അത് കാണുന്ന ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാവാനേ പാടില്ല.
ഇൻ ദ സെൻസ് നമ്മൾ വീട്ടിലൊരു മേക്കപ്പ് വസ്തു ഉപയോഗിക്കാൻ പാടില്ല, മേടിച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കണ്ടു വളരുന്ന കുട്ടികൾ മാത്രമേ അതിൽ നിന്ന് പിന്തിരിയുള്ളൂ. അതുപോലെ മേടിച്ചു കൊടുക്കുന്നത് നമ്മളാണല്ലോ, അപ്പൊ അതിനും പല റെസ്ട്രിക്ഷൻസ് വെക്കാം. ഓക്കെ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരു ബിസിനസ് ആണ്. അത് നമ്മുടെ കയ്യിലുള്ള കാശ് തീർക്കാനുള്ള പരിപാടിയാണ്. ആൻഡ് ഇറ്റ് ഇസ് ഹാംഫുൾ ഓൾസോ. പല കെമിക്കൽസ് ആണ്, നമ്മുടെ സ്കിന്നിന് കേടാന്നുള്ള ഒരു ബോധം ഇട്ടുകൊടുക്കുക തന്നെ വേണം. പിന്നെ പിയർ പ്രഷർ ഉണ്ടാവും അവർക്ക്, അതൊക്കെ അവരെ ടോളറേറ്റ് ചെയ്യാൻ നമ്മൾ പതിയെ പതിയെ അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പം മേക്കപ്പ് ഇടാത്ത കുട്ടികളുടെ 2-3 റീൽസ് ഉണ്ട് അല്ലെ, അവർ സ്ഥാപിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ മേക്കപ്പ് ഇടാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അത് അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കുട്ടികളെ കാണിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ചധികം നിന്ന് അവർ മോട്ടിവേറ്റ് ആകും. ഓക്കെ, പിന്നെയുള്ളതാണ് ഈ ഇസ്ലാമിക് റൈറ്റ്സ്. അതായത് നമസ്കാരം 5 നേരം നമസ്കരിപ്പിക്കാൻ കുട്ടികളെ കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. ഖുറാൻ ഓതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ ഒരുപാട് പ്രയാസമുണ്ടെന്ന് ടീനേജേഴ്സിന്റെ ഉമ്മമാര് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനും വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് ആദ്യമേ തന്നെ ചെറുപ്പത്തിലേ ഇസ്ലാമിക് ആ ഒരു കൾച്ചറിൽ തന്നെ വളർത്താൻ ശ്രമിക്കുക. അതുപോലെ കുടുംബത്തിൽ കിട്ടുന്ന ഒരേ ഇസ്ലാമിക് അതായത് ക്ലാസ്സസ്, ഇപ്പം പള്ളികളിൽ ജുമാ ഖുത്തുബ ആണെങ്കിലും വീക്ക്ലി ഖുറാൻ ക്ലാസ്സസ്, അതേപോലെ കോൺഫറൻസസ് വരും, സംഘടനകൾ നടത്തുന്ന ഓരോ അക്കീദ അനുസരിച്ച് വരുന്ന ഓരോ ക്ലാസ്സുകൾ, അതെല്ലാം നമ്മളും പോകണം, മക്കളെയും കൊണ്ടുപോകണം കേൾക്കാൻ. ഇനീഷ്യലി അവർക്കതൊരു മടിയായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ വന്ന് കേട്ട് 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 ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വിൽ മേക്ക് എ വണ്ടർഫുൾ ചേഞ്ച് ഇൻ ദം. അപ്പം അതുകൊണ്ട് എപ്പോഴും പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ടീനേജേഴ്സിനൊക്കെ ഒരുപാട് കോൺഫറൻസ്, CRE പോലത്തെ ക്ലാസ്സസ്, പ്രോഫ്കോൺ പോലത്തെ അങ്ങനെ പല ക്ലാസ്സസുകൾ ഉണ്ട്, എല്ലാ സംഘടനകളും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതേപോലത്തെ നല്ല നല്ല ക്ലാസ്സസിൽ കൊണ്ടുപോയി അവരെ എൻറോൾ ചെയ്യുക. ഇപ്പൊ വെക്കേഷൻസിലൊക്കെ ഇസ്ലാമിക് സ്റ്റേ ഓവർ ഉണ്ടാകും, എനിക്ക് ഗേൾസിന് വേറെ ബോയ്സിന് വേറെ ഒക്കെ ആയിട്ട് ഇങ്ങനെ റിസോർട്ടിൽ സ്റ്റേ ഉണ്ടാകും. അങ്ങനെയുള്ള ക്ലാസ്സസിലൊക്കെ കൊണ്ടുപോകാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇപ്പം ഞാനൊക്കെ ഓർക്കുന്നത്, ഞാനൊരു 10th 12th വരെ നമസ്കാരമൊക്കെ വെറും എന്റെ പേരൻസിന് വേണ്ടിയിട്ടായിരുന്നു, മനസ്സ് തട്ടിയിട്ടായിരുന്നില്ലേ നമസ്കരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ഇതേപോലത്തെ ക്ലാസ്സസിൽ പോയിട്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ഏതോ ഒരു ക്ലാസ് കേട്ടിട്ട് എന്നെ മൈൻഡിൽ സ്ട്രൈക്ക് ആയത്. ഫ്രം ദെൻ ഇന്ന് വരെ അൽഹംദുലില്ലാ ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടും എനിക്ക് എന്റെ പരലോക വിജയത്തിന് വേണ്ടി മാത്രം നമ്മൾ എല്ലാ ഇബാദയും ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും അവർ മനസ്സിന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് സ്ട്രൈക്ക് ചെയ്താൽ നമ്മൾ വിജയിച്ചു, ആസ് എ പേരന്റ് നമ്മൾ വിജയിച്ചു ശരിക്കും പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുവോ സാഹചര്യങ്ങൾ അതിലേക്ക് എൻറോൾ ചെയ്യുക കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ കേട്ടോ. അതുകൊണ്ടാണ് മദ്രസ പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ചാറ്റ് ബോക്സിൽ? കുട്ടികൾ ചോദിക്കുമ്പോൾ തന്നെ സാധിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ തിങ്സ്. അവരെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. മേടിച്ചു കൊടുക്കേണ്ട സാധനമാണെങ്കിലും മേടിച്ചു കൊടുക്കാം. അതാണ് നമ്മൾ അറിയേണ്ടത്. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. നമ്മുടെ എന്ത് നീഡ്സ് 3 കാറ്റഗറൈസ് ചെയ്യാം. അത്യാവശ്യമാണെങ്കിൽ യു ക്യാൻ ബൈ ദം ഇമീഡിയറ്റ്ലി. ആവശ്യമാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഒരു വകുപ്പ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാം. കാരണം വെയിറ്റ് ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുന്നതും നല്ലതാണ്. ദേ വിൽ ലേൺ പേഷ്യന്റ്. അപ്പൊ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതും ശരിക്കും നമ്മുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പിന്നെ അനാവശ്യമുള്ള സാധനമാണെങ്കിലും ഒരിക്കലും അത് മേടിച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു നീഡ് അനുസരിച്ചായിരിക്കണം നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്. ചോദിക്കുന്ന എല്ലാ സാധനവും മേടിച്ചു കൊടുത്ത് പാമ്പർ ചെയ്യാനും പാടില്ല. ബിക്കോസ് ഇറ്റ് വിൽ സ്പോയിൽ ദം. അവർക്ക് അത് ഭാവിയിൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനിയും കുറച്ച് ഇസ്ലാമിക് ടച്ച് വെച്ചിട്ട് നമുക്ക് പറയാം. സൂറ ബക്കറയില് അള്ളാഹു നമ്പർ 214 പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അള്ളാഹുടെ എന്താ പറയുന്നത്? നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയവർക്ക് ഉണ്ടായതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ സഹായം എപ്പോഴായിരിക്കും എന്ന് ദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞു പോകുമാറ്
അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. എന്താണ് ഇവിടെ അള്ളാഹു ഒരു താക്കീത നൽകുന്നത് അല്ലേ? നമുക്ക് മുൻപ് വന്ന മനുഷ്യന്മാര് അല്ലെ, നമുക്ക് മുൻപ് വന്ന ആളുകൾക്ക് അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പോവർട്ടി ആൻഡ് ഹാർഡ്ഷിപ്പ്, ഒരുപാട് പ്രയാസങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അതുപോലത്തെ ട്രയൽസ്, അതുപോലത്തെ പരീക്ഷണങ്ങളും നിങ്ങൾക്കും അള്ളാഹു തരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് തരും എന്ന്. അത് തരാതെ, അതിൽ വിജയിക്കാതെ നമുക്ക് സ്വർഗം കിട്ടുകയില്ല എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇവിടെ വല്ല പ്രയാസങ്ങളുണ്ടോ? ഏറ്റവും ഏറ്റവും മോഡേൺ ടെക്നോളജി ഉള്ള ഒരു ജനറേഷനാണ് നമ്മൾ അല്ലെ. സ്വിച്ച് ഇട്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു മനുഷ്യന്മാരാണ്. നമുക്ക് ഫിസിക്കൽ എഫേർട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രയാസമില്ല. വിശപ്പ് സഹിച്ചിരിക്കുന്നു, പട്ടിണിയുണ്ടോ, ദാരിദ്ര്യമുണ്ടോ? ഒന്നുമില്ല നമുക്ക്, ഇല്ലേ? ഉള്ളവരുണ്ട് കേട്ടോ, പക്ഷെ മാക്സിമം ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഇതൊന്നും ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങളുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ ജനറേഷൻ അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് പിന്നെ എന്താ പരീക്ഷണമായിട്ടുള്ളത്? എന്താ നമുക്ക് പരീക്ഷണമായിട്ടുള്ളത്? ഏറ്റവും വലിയ പരീക്ഷ നമ്മുടെ മക്കളാണ് ശരിക്കും പറഞ്ഞത്. പണ്ടത്തെ ആളുകൾക്ക് മക്കളെ കൊണ്ട് അത്രയും വലിയ പരീക്ഷ ഉണ്ടായിട്ടില്ല, പക്ഷെ നമുക്കാണ് ഏറ്റവും വലിയ പരീക്ഷണം മക്കളെ കൊണ്ട് അല്ലെ. അതേപോലെ പുറത്ത് കാണുന്ന സോഷ്യൽ മീഡിയ തിന്മകള്, ഇതൊക്കെ നമ്മുടേതായ പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളിലൂടെ വിജയിക്കുന്ന നമുക്ക് മനസ്സ്, ഈമാൻ, അത് നല്ല അത്യാവശ്യമാണ്. ഫിസിക്കൽ എഫേർട്ട് ഇല്ല ഇവിടെ, പക്ഷെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ എഫേർട്ട് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ട്രയലിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സൂറത്ത് അഹ്സാബിലും ആയ നമ്പർ 15 പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. എന്താണ്? നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം മാത്രമാകുന്നു, അള്ളാഹുവിങ്കലാകുന്നു മഹത്തായ പ്രതിഫലം. അപ്പം നമ്മുടെ പരീക്ഷണം എന്താണ്? നമ്മുടെ സ്വത്താണ്. നമുക്ക് പൈസ ഉള്ളതാണ് നമ്മുടെ പരീക്ഷണം, ഇല്ലായ്മയല്ല. മുൻപുള്ള കാലത്തിലെ ആൾക്കാർക്ക് അത് ഇല്ലായ്മയായിരുന്നു ഒരു പരീക്ഷണം, പട്ടിണിയായിരുന്നു ഒരു പരീക്ഷണം. നമുക്കിന്ന് സമൃദ്ധമാണ്. എത്രയാലേ ഹോട്ടലുകള് മുക്കിന് മൂലയില് ജസ്റ്റ് വിരൽത്തുമ്പിലൊന്ന് ടച്ച് ചെയ്താൽ നമുക്ക് വീട്ടിൽ ഭക്ഷണം എത്തിച്ചേരുന്ന സംവിധാനങ്ങളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് വെൽത്ത് ആൻഡ് ചിൽഡ്രൻ ആണ് ഒരു ട്രയല്. അപ്പൊ ഈ ട്രയലില് നമ്മൾ ജയിച്ചില്ലെങ്കിൽ സ്വർഗം കിട്ടുമോ ഉമ്മമാരെ? കിട്ടില്ല. അതുകൊണ്ട് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കളെ നല്ലപോലെ വളർത്തിയേ പറ്റും. ഞാനും ഇതുപോലെ ഉമ്മയായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ്. എനിക്ക് സത്യം പറഞ്ഞ എങ്ങനെയാ മക്കളെ വളർത്തേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാരന്റിങ് ക്ലാസ്സസിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ഞാൻ തന്നെ എന്റേതായ റീസെർച്ച് ചെയ്ത് ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുകയും ചെയ്തത്. അതിലൂടെയാണ് നമ്മളിപ്പോ മക്കളെ വളർത്തുന്നത്. കാരണം ഇത് വലിയൊരു പരീക്ഷണമാണ്. നമ്മൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചേ പറ്റൂ. വിജയിക്കാതെ ഒരു രക്ഷയില്ല. നമുക്ക് സ്വർഗം നേടണമെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു മാർഗം. കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് റേസിങ് ആർ കിഡ്സ്, നമ്മുടെ മക്കളെ വളർത്തൽ. അപ്പൊ അത് എളുപ്പമാവണമെങ്കിൽ ഇതുപോലെയുള്ള ട്രിക്സും സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ചേ പറ്റും. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അസെറ്റ് ആണ് നമ്മുടെ മക്കൾ അല്ലെ. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് അവര്. ഈ സ്വർഗം കിട്ടണമെങ്കിൽ ഇൻഷാല്ലാം ഇതേപോലെയുള്ള സ്ട്രാറ്റജീസ് മനസ്സിലാക്കി അത് നമുക്ക് മക്കളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവരെ നല്ല മക്കളാക്കിയിട്ട് നമുക്ക് അതിലൂടെ സ്വർഗം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഇനി അങ്ങനെയുള്ള മക്കളാക്കിയാലുള്ള ഗുണം തിരിച്ച് ഇതാണ് ഗുണം. ഇത് സൗദിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഉമ്മക്ക് വേണ്ടിയിട്ട് 2 ബ്രദേഴ്സ് കോർട്ട് വരെ എത്തി. എന്തിനാ? ഉമ്മയുടെ സ്വത്തിനോ പണത്തിനല്ല, ഉമ്മയെ ആര് നോക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാറ്റാനാണ്. മൂത്ത ബ്രദർ പറയും ഞാൻ കൊണ്ടുപോകും എന്റെ ഉമ്മയെ, ഇളയ ബ്രദർ പറയും ഇല്ല സമ്മതിക്കില്ല ഞാൻ കൊണ്ടുപോകും. ആ ഒരു കേസാണ് കോടതി വരെ എത്തിയത്. അവസാനം ജഡ്ജി ചോദിച്ചു ഉമ്മാനോട്, നിങ്ങൾ പറ നിങ്ങൾക്ക് ഏത് മോന്റെ കൂടെ പോണം എന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് അങ്ങനെ എന്റെ മക്കളിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ കഴിയില്ല, എന്റെ 2 മക്കളും ഒരുപോലെയാന്ന് പറഞ്ഞപ്പോ ലാസ്റ്റ് പിന്നെ കോടതി വിധിച്ചത് ഇളയ മകന്റെ കൂടെ ഉമ്മയെ പറഞ്ഞേക്കാൻ എന്നുള്ളത്. അപ്പൊ മൂത്ത ബ്രദർ കരഞ്ഞതാണ് ഈ കാണുന്നത്. കണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ്? ഉമ്മയെ മറ്റുള്ളവർക്ക് തള്ളുകയാണ് അല്ലെ. നീ നോക്കിക്കോ, എനിക്ക് പറ്റൂല, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് തള്ളുന്ന ആ ഒരു സമൂഹത്തില് ഇതേപോലെയുള്ള മക്കൾ ഉണ്ടാവണമെങ്കിൽ ഈ മക്കളെ ആ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ എസെറ്റ്സിനെ നമ്മൾ ആ രീതിയിൽ വളർത്തിയെടുത്താലേ നമ്മളെ അവര് നാളെ ഈ രീതിയിൽ വളർത്തിയെടുക്കുള്ളൂ, നമ്മൾ നോക്കുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ വളർത്തൽ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഈ ഒരു ദുവ, യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുവ, ഇതൊരു
പിൻ പോയിന്റ് ആണ്. അതായത് മക്കളെ വളർത്തുമ്പോൾ നമുക്ക് പല ചലഞ്ചസ് വരും അല്ലെ. ഈ ഒരു ദുആ നേരം ഒന്ന് ഉറക്കി ഓതിയാൽ മതി. അള്ളാഹു നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ഒരു നമുക്ക് മക്കളെ വളർത്തുമ്പോൾ പല പല പരീക്ഷണങ്ങൾ വരും ഇല്ലേ. ഇപ്പൊ മക്കള് പറഞ്ഞ് അനുസരിക്കാതെ ആകും, അവർ ദീനിൽ നിന്ന് എതിരെ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോ ഈ ഒരു മനസ്സറിഞ്ഞിട്ട് വേണമെങ്കിൽ ഉറക്കെ തന്നെ പ്രാർത്ഥിച്ചോളും. അള്ളാഹ് അത് കേൾക്കും, ഉറപ്പായിട്ട് അത് കേൾക്കും. അതിനൊരു പരിഹാരം നമുക്ക് അടുത്ത നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ഇട്ട് തരും ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഈ ഒരു ഒരു പിൻ പോയിന്റ് ആയിട്ട് എല്ലാവരും വെച്ചോ. എപ്പോഴും നിങ്ങൾ പറ്റുമ്പോഴൊക്കെ ഈ ചെയ്തോളൂ ഇൻഷാ അള്ളാഹ്. അതേപോലെ പാരന്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് പല ചലഞ്ചസ് വരുമ്പോൾ അതിനൊരു ഹെൽപ്പ് എടുക്കല് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ കൺസിഡേർഡ് ആസ് അബ്നോർമൽ. ഞാനും ഒരുപാട് പാരന്റിങ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്തിട്ട് ഒരുപാട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ചിലവർ ചോദിക്കും, ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണോ, മക്കളെ വളർത്തുന്നതിനോ പഠിക്കുന്നത്, അതൊക്കെ തന്നെ അങ്ങ് പഠിച്ചോളൂലേ എന്ന് പറയുന്നത്. പക്ഷെ ഇല്ല, ഇന്നത്തെ ജനറേഷനെ വളർത്തണമെങ്കിൽ നമ്മൾ പഠിക്കുക തന്നെ വേണം. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യം വരും. ആ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നം ഇല്ല. ഓക്കെ. അതേപോലെ കൗൺസിലിംഗുമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വി ആർ ഓൾറെഡി ദർ. ആൽഫ ഹോമിയോപ്പതി എൻ്റെ ഒരു ഫോമാണ്. ഞാൻ ഒരു ചീഫ് കൺസൾട്ടന്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാല്ല വി ആർ റെഡി ടു ഹെൽപ്പ് യു. ഓക്കെ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നെന്ന് തോന്നുന്നു. 10-year ഗേൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ വാശി കാണിക്കുന്നു. 10 വയസ്സായ കുട്ടി എപ്പോഴും ഭക്ഷണം കഴിക്കാൻ അല്ലേ. അത് ശരിക്കും പല കാരണങ്ങൾ കൊണ്ടാകും. 10 വയസ്സായെന്ന് പറയുന്നത് ഒരു ടീനേജിലോട്ട് കടക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഗ്രോത്ത് ഹോർമോൺസ് ഒത്തിരി ഉള്ള കുട്ടിയാണെങ്കിൽ ഹോർമോൺസ് കാരണമായിരിക്കും വിശപ്പ്. അപ്പൊ അതൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്താലേ അതിന്റെ റീസൺസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തൈറോയിഡ് ഇഷ്യൂ ഒക്കെ ഇപ്പൊ കാണുന്ന ചെറിയ കുട്ടികളിൽ പോലും തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഹോർമോണിന്റെ പ്രശ്നമാണ്, അതെന്ത് പ്രശ്നമാണെന്ന് അറിയാതെ നമുക്കതിനെ ഇന്റർവീൻ ചെയ്യാൻ പറ്റൂല. അപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന്റെ റീസൺ എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ ചികിത്സിക്കേണ്ടത്. ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് മാറ്റിയെടുക്കാൻ കഴിയുമോ? 11 വയസ്സായിട്ടും ഖുർആൻ വരെ കഷ്ടപ്പെട്ടാണ് ഓതുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം ആണ് കേട്ടോ. അതൊരു പഠനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് കുട്ടിയുടെ. ശരിക്കും നമ്മൾ വിചാരിക്കും കുട്ടിക്ക് ബാക്കി എല്ലാത്തിനും കഴിവുണ്ട്, അപ്പൊ പഠിക്കാൻ മാത്രം മടി കാണിക്കാണ്. പക്ഷെ അതല്ല, ബാക്കി എല്ലാത്തിനും കഴിവുണ്ടാവും. കാരണം കുട്ടിയുടെ ഇന്റലിജന്റ് നോർമൽ ആണ്. വായിക്കാനും എഴുതാനും മാത്രമുള്ള ഒരു പ്രയാസമായിരിക്കും. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യണം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ വായിക്കാൻ പ്രയാസമുണ്ടാകും, താമസമുണ്ടാകും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ വേണം. അതേപോലെ ലേണിംഗ് ഡിസബിലിറ്റി റെമഡിയേഷൻ എന്ന് പറയും. അത് ആ രീതിയിൽ പഠിപ്പിക്കണം. അവരെ നമ്മൾ സാധാരണ വായിച്ച് പഠിപ്പിക്കുകയല്ല, അവരെ കുറച്ച് വേറെ മെത്തേഡിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ മെത്തേഡ് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളിൽ കൊണ്ടാക്കണം, ട്യൂഷൻസ് കൊടുക്കണം. എങ്കിലേ അവര് വായിക്കാൻ വരുള്ളൂ. 11 വയസ്സായിട്ടും ഖുർആൻ വായിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് യാതൊരു അത്ഭുതമില്ല. കാരണം സാധാരണ ഇംഗ്ലീഷ് ഭാഷ പോലും വായിക്കാൻ കുട്ടികൾക്ക് പ്രയാസമുള്ളപ്പോൾ അറബിക്ക് കുറച്ചും കൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ പ്രയാസമുണ്ടാകും, അത് സമയമെടുക്കും. അതിന് ഒരു വിഷമവും വിചാരിക്കേണ്ട. കാരണം അത് അള്ളാഹു തന്ന ഒരു ചലഞ്ചാണ് അല്ലേ. അപ്പം ആ ഒരു ചലഞ്ച് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നിങ്ങൾക്കത് താങ്ങാൻ കഴിയും, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നുണ്ടെന്ന് അള്ളാഹു കൊടുത്തത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയെ മനസ്സിലാക്കുക. ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. പഠിക്കുന്നിടത്തോളം പഠിക്കട്ടെ. ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു ആ കുട്ടിയെ ശിക്ഷിക്കൊന്നുമില്ല. കാരണം അള്ളാഹു കൊടുത്ത ഒരു പ്രയാസം കൊണ്ട് തന്നെയാണല്ലോ ഖുർആൻ വായിക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അതൊന്നും വിചാരിക്കേണ്ട. പകരം കേൾപ്പിക്കുക. ഒത്തിരി ഖുർആന്റെ ആയകൾ കേൾപ്പിക്കുക. അവർ കേട്ട് കേട്ട് പഠിക്കും ഇൻഷാ അള്ളാഹ്. അതുപോലെ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എന്തായാലും കൊടുക്കണം. റെമഡിയേഷൻ എന്ന് പറയും. ആ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പതിയെ പതിയെ മാറ്റങ്ങൾ വരും. ഞാനൊരു ലേണിംഗ് ഡിസോർഡർ റെമഡിയൽ ട്യൂട്ടറാണ്. ഞാൻ ഒത്തിരി കുട്ടികളെ വായിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അപ്പം അത് നിങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കണം കേട്ടോ ഇൻഷാ അള്ളാഹ്. 11-year boy, how to control computer games. കമ്പ്യൂട്ടർ ഗെയിംസ് അതിന്റെ ആക്സസ് കുറച്ചു കൊണ്ടുവരിക. ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്താൽ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭയങ്കര അഗ്രസീവ് ആവും, ടാൻഡ്രംസ് തുടങ്ങും. അപ്പൊ അതിന്റെ ടൈം ലിമിറ്റ്
1 മണിക്കൂറാണ് ഇന്ന് കാണണമെങ്കിൽ നാളെ 3/4 മണിക്കൂർ ആക്കുക, മറ്റന്നാൾ അരമണിക്കൂർ ആക്കുക. അങ്ങനെ ഒരാഴ്ച കൊണ്ട് അത് ടേപ്പർ ചെയ്ത് കൊണ്ടുവരിക. പിന്നെ അത് വേറെ എവിടെയും ആക്സസ് കിട്ടാത്ത രൂപത്തിലാക്കി കൊണ്ടുവരണം. അതേപോലെ ഇതിനൊക്കെ ചെയ്യുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണം. ഗെയിം കളിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താ ഇമോഷൻ വരുന്നത്? സന്തോഷം വരുന്നുണ്ട്. അപ്പൊ അത് ഇമോഷൻ വാലിഡേറ്റ് ചെയ്യണം. ആ മോൻക്ക് ഗെയിം കളിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നുണ്ട് അല്ലെ, ഗെയിം കിട്ടാതാവുമ്പോ എന്താണ് ഇറിറ്റേഷൻ ആവുന്നുണ്ടോ? അതങ്ങനെയാണ്, ഗെയിമിന്റെ സ്ട്രക്ചേഴ്സ് അങ്ങനെ തന്നെയാണ്, എന്തുകൊണ്ടാ ഗെയിം തരാത്തേ എന്നുള്ള റീസണിങ് കൊടുക്കുക. ഗെയിംസ് ഒരിക്കലും കുട്ടികൾക്ക് നല്ലതല്ല എന്നുള്ള റീസണിങ് കൊടുക്കുക. ഇനി അതിന്റെ റൂൾസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സ്പെസിഫിക് ആയിട്ട് പോസിറ്റീവ് വേയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഓൾട്ടർനേറ്റ്സ് കൊടുക്കുക. ഗെയിംസ് തരാൻ മോൻക്ക്, പക്ഷെ വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ. ഇനി കളിക്കുന്ന ഭയങ്കര വൾഗർ അഗ്രസീവ് ഗെയിംസ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് എഡ്യൂക്കേഷണൽ ഗെയിംസ് ഉണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പം ഗെയിംസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ഗെയിംസ് ഉണ്ട്, അതിലോട്ട് മാറ്റുക. കാരണം അഗ്രസീവ് പോലത്തെ ഗെയിംസ് ഒക്കെ കളിച്ചാൽ ഒരു സ്വഭാവത്തിൽ പല ദൂഷ്യങ്ങൾ വരും. അപ്പൊ അതിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. ഇത് ഒരു പ്രോസസ്സാണ്, ഒരൊറ്റ ദിവസം ഒരാഴ്ച കൊണ്ടൊന്നും നടക്കില്ല. മേ ബി ഇറ്റ് ടേക്സ് മന്ത്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഒറ്റക്ക് കഴിയുന്നെങ്കിൽ ടേക്ക് സപ്പോർട്ട് ഫ്രം സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ്, ആരുടെ അടുത്തെങ്കിലും ഒരു സപ്പോർട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ഗെയിം കളിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. കുട്ടികൾക്ക് ഗെയിമിംഗ് കൊടുക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ഗെയിമിംഗ് കൊടുക്കാൻ പാടില്ല, എസ്പെഷ്യലി അഗ്രസീവ് ഗെയിംസ്. എഡ്യൂക്കേഷണൽ ഗെയിംസ് കൊടുക്കാം, അതും ഓൺ എ വീക്ക്ലി ബേസിസ്, വീക്കിലി ഒരു പ്രാവശ്യം മാത്രം, ടൈം ലിമിറ്റും വെച്ചിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, 4 മക്കളിൽ ഒരാൾ മാത്രം എത്ര പറഞ്ഞാലും ഗെയിം കളിക്കുന്നു, പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. 24 ഏജ് നോക്കിവിടാം. 24 വയസ്സായ കുട്ടിയെ ഗെയിം കളിക്കാതിരിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൾട്ട്. മനസ്സിലാക്കുക, 24 വയസ്സെന്ന് പറയുന്നത് ഒരു അഡൾട്ട് ആയി, ഈസ് നോട്ട് എ ചൈൽഡ് എനിമോർ. ആ കുട്ടിയെ നേരത്തെ തന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും ലേറ്റായി സ്ഥിതിക്ക് ഈ സമയത്ത് ഒരു പാരന്റിംഗിൽ മാത്രം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. യു ഷുഡ് സീക്ക് എ സപ്പോർട്ട് ഓഫ് എ കൗൺസിലർ ഓർ എ സൈക്കോളജിസ്റ്റ്, എങ്കിലേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. 24 വയസ്സായ കുട്ടി സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ ഒരു ജോലി, പഠിപ്പ് കഴിഞ്ഞ് ജോലി ആവേണ്ട ഒരു പ്രായമായി. അപ്പം അതിനുള്ള സപ്പോർട്ട് നിങ്ങൾ സീക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, 5 വയസ്സുള്ള മോൻ വസ്തുക്കൾ തച്ചുടിച്ച് ദേഷ്യം തീർക്കുന്നു, പിന്നെ ഉമ്മയെ നന്നായി വേദനിപ്പിക്കും, എങ്ങനെ ഡീൽ ചെയ്യും? 5 വയസ്സായ കുട്ടികളിൽ ഇങ്ങനെയുള്ള സ്വഭാവം വളരെയധികം എബ്നോർമൽ ആയിട്ട് തന്നെ കാണണം നിങ്ങൾ. ഇത് എത്രയും വേഗം അഡ്രസ് ചെയ്യണം. കുട്ടികൾ ഇങ്ങനത്തെ സ്വഭാവം വരാനുള്ള 2 കാരണമാണ്. ഒന്ന്, ഒബ്സർവേഷൻ, വീട്ടിൽ ആരെങ്കിലും ഇതേപോലെ സ്വഭാവം കാണിക്കുന്നുണ്ടാകും. 2, സോഷ്യൽ മീഡിയ ഇമ്പാക്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടുപഠിക്കുന്നു, അല്ലെങ്കിൽ ഗെയിംസിലൂടെ കിട്ടുന്നതായിരിക്കും ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ. അപ്പൊ ഇത് രണ്ടും മാറ്റുക. സോഷ്യൽ മീഡിയ ഇന്റർഫിയറൻസും മാറ്റുക, വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ സ്വഭാവം കാണിക്കുന്നെങ്കിൽ അതും എന്തായാലും നിർത്തുക, അവസാനിപ്പിക്കുക. എന്നിട്ട് കുട്ടിയുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. ദേഷ്യം വരുമ്പോൾ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കുക. മോൻക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നണം അല്ലേ? ഹേർട്ട് ചെയ്യാൻ, ഉമ്മയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി കൈ വെക്കുമ്പോൾ കൈ പിടിച്ചു വെക്കുക. ലെറ്റ് യു നോട്ട് അലൗ ഹിം ടു ഹേർട്ട് എനി വൺ, എസ്പെഷ്യലി യുവർ മദർ. ഓക്കെ,
കൈ പിടിച്ചു വെക്കുക. മോൻ അങ്ങനെ ആരെയും അടിക്കാൻ പാടില്ല. ഉമ്മയെ മാത്രമല്ല ആരെ പോലും അടിക്കാൻ പാടില്ല, അനിയന്മാരെ പോലും അടിക്കാൻ പാടില്ല എന്നുള്ളത് കൈ പിടിച്ചു വെച്ച് മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ അതിനു മുമ്പ് ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കാമായിരിക്കണം. യു ഷുഡ് നോട്ട് റേസ് യുവർ വോയിസ്. സ്ട്രിക്റ്റ് ആയിരിക്കണം. അവരുടെ കണ്ണിൽ നോക്കിയിട്ട് വേണം ഇത് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് ചെയ്ത് പതുക്കെ പതുക്കെ മാത്രമേ ആ ഒരു സ്വഭാവം മാറുകയുള്ളൂ. സാധനങ്ങൾ എറിയുന്നുണ്ടെങ്കിൽ അത് എറിയാൻ പോകുമ്പോൾ അവന്റെ കൈ പിടിച്ചു വെക്കുക, സാധനം അവന്റെ കയ്യിൽ നിന്ന് മാറ്റുക. ഓക്കെ, ദേഷ്യം വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവനൊരു സേഫർ പ്ലേസിലോട്ട് കൊണ്ടുവരിക, അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാനും. ഇനി ഇതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കും. എഡ്യൂക്കേഷണൽ ഗെയിംസ് നെയിം പറയാമോ? ഞാൻ അതിന്റെ ലിസ്റ്റ് ഇട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് അയക്കാൻ പറയാം കേട്ടോ, കാരണം അത് ഒത്തിരി ഉണ്ട്. 4-year-old daughter shy to talk in front of others due to this failed in school admission. Just is active at home and always watching YouTube videos, mostly family blogs. Okay, സോഷ്യൽ അല്ല കുട്ടി, അതാണ് കാര്യം. വീട്ടിലെല്ലാം ആക്റ്റീവാണ്, കാരണം എല്ലാവരും പരിചയമുള്ളവരാണ്. പുറത്തു പോകുമ്പോൾ ആക്റ്റീവ് അല്ല, ബിക്കോസ് പുറത്തുള്ളവർ പരിചയക്കാരല്ല. അതിന് മെയിൻ റീസൺ കുട്ടി എക്സ്ട്രോവേർട്ട് അല്ല, സോഷ്യൽ അല്ല. അപ്പൊ സോഷ്യൽ ആക്കി എടുക്കണം. യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണിക്കരുത്. എന്ത് വീഡിയോ ആണെങ്കിലും, ഫാമിലി ടൈപ്പ് ആണെങ്കിലും ഒന്നും വീഡിയോസ് കുട്ടികൾക്ക് വേണ്ടിയല്ല ശരിക്കും പറഞ്ഞാല്. ഈ ഫോൺ കണ്ടുപിടിച്ച ആളെ തന്നെ 14 വയസ്സിലാണ് ആ കുട്ടി അവരുടെ മകന് കൊടുത്തത്. അപ്പൊ 14 വയസ്സാകുമ്പോഴാണ് ശരിക്കും ഫോൺ യൂസ് ചെയ്യാനൊരു ബ്രെയിൻ നമ്മുടെ ഡെവലപ്പ് ആവുന്നത്. അതിനു മുൻപ് ഒന്നും ഫോൺ കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക്. അപ്പൊ എന്ത് വീഡിയോ ആണെങ്കിലും കൊടുക്കണ്ട. കുട്ടികൾ ആ സമയത്ത് സൊസൈറ്റിയിൽ, അതായത് പാർക്കിലോ മറ്റോ പോയിട്ട് റിലേറ്റീവ്സ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് സോഷ്യൽ ആക്കാൻ പഠിപ്പിക്കുക. അത് ചെയ്താലേ കുട്ടികൾ പുറത്തുപോയാല് ആ ഒരു ഷൈനെസ് എല്ലാം മാറുള്ളൂ. 13 ഏജ് ഉള്ള മോൻ എപ്പോഴും സൈലന്റ് മൂഡാ. സ്മാർട്ട് ആവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ, ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്, സൈലന്റ്. അത് ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് ഞാൻ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്സെപ്റ്റിംഗ്. നമ്മുടെ മക്കൾ എങ്ങനെയാണോ, എങ്ങനത്തെ രീതിയിലാണോ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഒത്തിരി സൈലന്റ് ആണെങ്കിൽ ഇതേപോലെ സോഷ്യൽ ആകാനുള്ള കുറെ ആക്ടിവിറ്റീസ് കൊടുക്കുക. അതായത് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സിന്റെ അടുത്ത്, റിലേറ്റീവ്സിന്റെ അടുത്ത് പോവുക, നമ്മൾ അവരുടെ അടുത്ത് ഇടപഴകുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇവരും തന്നെയാകും. പിന്നെ ഈ 13 വയസ്സെന്ന് പറയുന്നത് ടീനേജ് ആവുമ്പോൾ പൊതുവെ പിള്ളേർ ഒന്നാമങ്ങും, എസ്പെഷ്യലി ബോയ്സ്. അവർക്കൊരു കോംപ്ലക്സ് ആയിരിക്കും മറ്റുള്ളവർക്ക് സംസാരിക്കാനും എല്ലാത്തിനും. അപ്പൊ ഒരു ചെറിയ മടിയും ഇതൊക്കെ വരും, ഷൈനസ് ഒക്കെ വരും കേട്ടോ. ചെറിയ തോതിലുള്ളെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. വല്ലാതുണ്ടെങ്കിൽ അതിനുള്ള ഇന്റർവെൻഷൻസ് ചെയ്യുക. സോഷ്യൽ ആവാനുള്ള കുറെ പരിപാടികളൊക്കെ മാതാപിതാക്കളായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. 8-year ബോയ് എപ്പോഴും 4-year സിസ്റ്ററിനെ ഹിറ്റിംഗ്, പിഞ്ചിങ് ആൻഡ് മേക്കിംഗ് ഹർ ക്രൈ. നെവർ അലൗ ഹിം ടു പിഞ്ച് ഓർ ഹിറ്റ്. എന്തിനാന്നുള്ള റീസൺ കണ്ടുപിടിക്കുക. 8-year-old ബോയ് എന്തിനാ ഇളയ കുട്ടിയെ എപ്പോഴും ഇടിക്കുന്നേ? മേ ബി ബിക്കോസ് ജലസി ആയിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സിനാറിയോ അത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. ജലസിയും അപ്സെറ്റ് ആയിരിക്കും. ഇളയ പെൺകുട്ടിയല്ലേ അതും. അപ്പം കണ്ണിലുണ്ണി ആയിരിക്കും എല്ലാവരുടെയും. ബോയിനെ എല്ലാവരും നെഗ്ലക്ട് ചെയ്യും. സോ വാലിഡേറ്റ് ഹിസ് ഇമോഷൻ. കെട്ടിപ്പിടിക്കുക. ആ മോൻക്കും ഇച്ചിരി അറ്റൻഷൻ കൊടുക്കുക. ആൻഡ് നെവർ അലൗ ഹിം ടു ഹേർട്ട് ഹിസ് സിസ്റ്റർ. അത് റൂൾ തന്നെ വെക്കുക. നീ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പറയാം. എന്നിട്ട് അവന്റെ ഇമോഷൻസ് വേണമെങ്കിൽ ഒന്ന് വരയ്ക്കാനോ എഴുതി തരാനോ ഒക്കെ പറയുക കേട്ടോ. അതേപോലെ തന്നെ സിബ്ലിംഗ് റൈവലറിയും സെയിം മെത്തേഡിലൂടെ തന്നെയാണ്. സിബ്ലിംഗ് റൈവലറി എന്ന് വെച്ചാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അത് പറയാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഏകദേശം അൽഹംദുലില്ലാ ഒരുപാട് സമയം ആയില്ല. ഇനി ഡൗട്ട് എന്തായാലും തീരൂല. എപ്പോഴും ഡൗട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ജസാക്കിൽ ഖൈർ, മാഷാ അല്ലാഹ്. നന്നായിട്ട് തന്നെ ക്ലാസ് എടുത്തു. നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇടയ്ക്കൊക്കെ ഇതുപോലെ വന്നാല് നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഓരോ ഏജ് ബേസ് ചെയ്തിട്ട് തന്നെ സംസാരിക്കാനും ചെയ്താല് പാരന്റ്സിന് കുറെ കൂടി ബെറ്റർ. ഒറ്റ ഒരു ക്ലാസ് കൊണ്ടൊന്നും ആർക്കും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റൂലല്ലോ എല്ലാ കാര്യങ്ങളും. എന്നാലും കുറെ കാര്യങ്ങൾ മാഷാ അല്ലാഹ് പിന്നെ അറിയാനും മനസ്സിലാക്കാനും പറ്റി. അത് പ്രാക്ടിക്കൽ ആക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കില്ലാഹ് ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്. സത്യം പറഞ്ഞാല് എനിക്ക് ഫീൽ ചെയ്ത് ഓരോ കാര്യം എന്നോട് പറഞ്ഞതാ. നീ അവിടെ നിൽക്കുക, നിന്നോട് ഓരോരോ എല്ലാ ഏജ് ഗ്രൂപ്പ് ആയാലും, എനിക്ക് 3 മക്കളുണ്ട്, 3 ഏജ് ഗ്രൂപ്പിലെ കാര്യങ്ങളും എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്റെ ഉമ്മ പറയുന്നിട്ടതാ,
നിന്നോട് പറയുന്ന കാര്യങ്ങളാന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ തുടങ്ങി ശ്രമിക്കാൻ. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാ. ഡോക്ടർ നമ്പർ എന്തായാലും കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആർക്കെങ്കിലും കൗൺസിലിംഗിന് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാലോ. അതെ അതെ അതെ. എന്നാലും നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാം. ഷഹന 4 മണി ആവാനായില്ലേ? ഓക്കെ. സുബ്ഹാനല്ലാഹ്.